PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മൾ ആദ്യം നോക്കുന്നത് CPO, ഓക്കെ, സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. അത് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. IPC, ഓക്കെ, IPC എന്ന് പറയുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമം എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കുറേ സെക്ഷൻ തന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് IPC കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരൊറ്റ വീഡിയോയിലൂടെ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും ശ്രദ്ധിച്ചിരിക്കുക. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ ടൈം ഉള്ളപ്പോൾ ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ്, IPCയുടെ ഫുൾ ഫോം എല്ലാവർക്കും അറിയുമായിരിക്കും. ഇനി അറിയില്ലെങ്കിൽ പഠിച്ചു വെക്കുക. എന്താണ് ഇന്ത്യൻ പീനൽ കോഡ്? ഓക്കെ, മലയാളത്തിൽ എന്ത് പറയും? ഇന്ത്യൻ ശിക്ഷാ നിയമം എന്ന് പറയും. ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ശിക്ഷാ നിയമം വർഷം 1860. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇന്ത്യൻ പീനൽ കോഡ് IPC എന്താണ്? ഇന്ത്യൻ പീനൽ കോഡ്. മലയാളത്തിൽ എന്ത് പറയും? ഇന്ത്യൻ ശിക്ഷാ നിയമം എന്ന് പറയും. 1860 വർഷം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇന്ത്യൻ പീനൽ കോഡ് എന്ന് നോക്കാം. അതായത് ഇന്ത്യയിലെ ക്രിമിനൽ നിയമത്തിൻ്റെ എല്ലാ സുപ്രധാന വശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ നിയമമാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം. ഓക്കെ, ഇന്ത്യൻ ശിക്ഷാ നിയമം എന്താണ്? ഇന്ത്യയിലെ ക്രിമിനൽ നിയമത്തിൻ്റെ എല്ലാ സുപ്രധാന വശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ നിയമമാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം. ക്രിമിനൽ നിയമത്തിൻ്റെ, ഓക്കെ, ക്രിമിനൽ നിയമമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് IPC, ഇന്ത്യൻ ശിക്ഷാ നിയമം 1860. അത് കിട്ടിയല്ലോ. ഇനി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ രൂപീകരണത്തിന് വഴി തെളിച്ച കമ്മീഷൻ ഏതാണ്? മെക്കാളെ കമ്മീഷനാണ്. ഓക്കെ, മെക്കാളെ കമ്മീഷനാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ രൂപീകരണത്തിന് വഴി തെളിച്ച കമ്മീഷൻ. മെക്കാളെ കമ്മീഷൻ 1834 കേട്ടോ, അത് ഓർത്ത് വെക്കുക. മെക്കാളെ കമ്മീഷൻ രൂപീകരിക്കുമ്പോഴുള്ള ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻഡിക് ആണ്. മെക്കാളെ കമ്മീഷൻ രൂപീകരിക്കുമ്പോഴുള്ള ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻഡിക് ആണ്. ഇന്ത്യയിലെ ആദ്യ നിയമ കമ്മീഷൻ ഏതാണ്? മെക്കാളെ ലോ കമ്മീഷനാണ്. ഇന്ത്യയിലെ ആദ്യ നിയമ കമ്മീഷൻ മെക്കാളെ ലോ കമ്മീഷനാണ്. മെക്കാളെ കമ്മീഷൻ സ്ഥാപിക്കാൻ കാരണമായിട്ടുള്ള നിയമമാണ് 1833 ചാർട്ടർ ആക്ട്. ഓക്കെ, മെക്കാളെ കമ്മീഷൻ സ്ഥാപിക്കാൻ കാരണമായിട്ടുള്ള നിയമമാണ് 1833 ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ ശിക്ഷാ നിയമം രൂപീകരിച്ച വർഷം നമ്മൾ പറയുമ്പോൾ തന്നെ എങ്ങനെയാണ് പറയുന്നത്? IPC 1860 അല്ലേ, 1860. അപ്പോൾ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1860. ഓക്കെ, ഇനി ഇന്ത്യൻ ശിക്ഷാ നിയമം നിലവിൽ വന്ന വർഷം 1862 ജനുവരി 1 നിലവിൽ വന്നത്. ഓക്കെ, നിലവിൽ വന്നത് എന്നാണ്? 1862 ജനുവരി 1. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലുള്ള അധ്യായങ്ങളുടെ എണ്ണം എത്ര അധ്യായങ്ങളാണുള്ളത്? 23 അധ്യായങ്ങളാണ് ഉള്ളത്. അതിൽ എത്ര വകുപ്പുണ്ട്? 511 വകുപ്പുണ്ട്. ഓക്കെ, 23 അധ്യായങ്ങളുണ്ട് IPCയിൽ. അതിൽ 511 വകുപ്പുകളാണ് ഉള്ളത്.
അധ്യായം 4 പ്രതിപാദിക്കുന്നത് എന്താണ്? പൊതുവായിട്ടുള്ള ഒഴിവാക്കലുകളെ കുറിച്ചാണ്. അധ്യായം 4 പ്രതിപാദിക്കുന്നത് പൊതുവായ ഒഴിവാക്കലുകളെ കുറിച്ചാണ്. അപ്പോൾ പൊതുവായ ഒഴിവാക്കലുകൾ എന്ന് പറഞ്ഞാൽ, ഒരു കുറ്റം സംഭവിച്ചാൽ കുറ്റവാളിക്ക് ശിക്ഷ നൽകുന്നതിന് മുൻപ് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ അവസരം നൽകും. വകുപ്പുകൾ 76 മുതൽ 106 വരെ പ്രതിപാദിക്കുന്നത് പൊതുവായ ഒഴിവാക്കലുകളാണ്. മനസ്സിലായോ? എന്തെങ്കിലും ഒരു കുറ്റം സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ ആ കുറ്റവാളിക്ക് ശിക്ഷ നൽകുന്നതിന് മുൻപ് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ അവസരം നൽകുന്നു. അപ്പം അങ്ങനെ അവസരം കിട്ടി അത് തെളിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കാനായിട്ട് പറ്റും. അതാണ് ഈ 76 മുതൽ 106 വരെ പ്രതിപാദിക്കുന്ന പൊതുവായിട്ടുള്ള ഒഴിവാക്കലുകളാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്നുകൂടെ പറയാം. എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ക്രിമിനൽ നിയമത്തിൻ്റെ എല്ലാ സുപ്രധാന വശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ നിയമമാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം 1860 IPC, ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിച്ച കമ്മീഷൻ ഏതാണ്? മെക്കാളെ കമ്മീഷനാണ്. മെക്കാളെ കമ്മീഷൻ രൂപീകരിക്കുമ്പോഴുള്ള ഇന്ത്യയുടെ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്. ഇന്ത്യയിലെ ആദ്യ നിയമ കമ്മീഷൻ മെക്കാളെ ലോ കമ്മീഷൻ. മെക്കാളെ കമ്മീഷൻ സ്ഥാപിക്കാൻ കാരണമായ നിയമം 1833 ചാർട്ടർ ആക്ട് ആണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം രൂപീകരിച്ച വർഷം 1860, നിലവിൽ വന്ന വർഷം 1862 ജനുവരി 1-നാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലുള്ള അധ്യായങ്ങളുടെ എണ്ണം 23, അവിടെ വകുപ്പുകളുടെ എണ്ണം 511. അധ്യായം 4 പ്രതിപാദിക്കുന്നത് എന്താണ്? പൊതുവായിട്ടുള്ള ഒഴിവാക്കലുകളാണ് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇത്രയായല്ലോ. ഇനി നമുക്ക് ഇന്ത്യൻ പീനൽ കോഡ് IPC കുറ്റകൃത്യങ്ങൾ, IPC ഒഫൻസസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഓരോ സെക്ഷൻ ആയിട്ടാണ്. അപ്പോൾ വിത്ത് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു തരാം. ഓക്കെ, നോക്കുക കേട്ടോ, ശ്രദ്ധിക്കുക. ഓരോ സെക്ഷനും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട എടുത്ത് പറഞ്ഞിട്ടുള്ള സെക്ഷനുകളാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ 81 പറയുന്നത് എന്താണ്? ഹാനി ഉളവാക്കുവാൻ ഇടയുള്ളതും എന്നാൽ കുറ്റകരമായ ഉദ്ദേശം കൂടാതെ മറ്റ് ഹാനി തടയുവാൻ വേണ്ടി ചെയ്യുന്നതുമായിട്ടുള്ള കൃത്യം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ആക്ട് ലൈക്ലി ടു കോസ് ഹാം ബട്ട് ഡൺ വിതൗട്ട് ക്രിമിനൽ ഇൻറ്റൻറ്റ് ആൻഡ് ടു പ്രിവെൻറ്റ് അതർ ഹാം. എന്താണ് പറയുന്നത്? ഹാനി ഉളവാക്കുവാൻ ഇടയുള്ളതും, ഒരാൾക്ക് നമ്മളിവിടെ നോക്കാം, ഒരു വലിയ കുറ്റം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു വലിയ കുറ്റം തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ കുറ്റം ചെയ്യുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വലിയൊരു കുറ്റം തടയാൻ വേണ്ടി ചെയ്യുന്ന ഒരു ചെറിയ കുറ്റമാണെങ്കിൽ അയാൾ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കപ്പെടും. ഇതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നോക്കുക. ഒരു അഗ്നിബാധ ഉണ്ടായി. ഒരു അഗ്നിബാധ ഉണ്ടായ സമയത്ത് മറ്റു കുറേ ജീവനുകൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ എന്ത് ചെയ്യാണ്? തീ പടർന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു വീട് പൂർണ്ണമായിട്ടും പൊളിച്ചിടുന്നു. എന്തിനാണ്? വീണ്ടും പടർന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ വീട് പൊളിക്കുക എന്ന് പറയുന്നത് ഒരു കുറ്റമാണ്. പക്ഷേ കുറേ അധികം ജീവനുകൾ രക്ഷിക്കാനായിട്ടാണ് അയാൾ ആ ഒരു ചെറിയൊരു കുറ്റകൃത്യം ചെയ്തത് എന്നുള്ളത് കൊണ്ട് തന്നെ അയാൾ കുറ്റക്കാരനല്ല എന്നുള്ളതാണ് കണക്കാക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? അതാണ് സെക്ഷൻ 81 പറയുന്നത്. ഹാനി ഉളവാക്കുവാൻ ഇടയുള്ളതും എന്നാൽ കുറ്റകരമായ ഉദ്ദേശം കൂടാതെ മറ്റ് ഹാനി തടയുവാൻ വേണ്ടി ചെയ്യുന്നതുമായിട്ടുള്ള കൃത്യം. മനസ്സിലായല്ലോ? വലിയൊരു കുറ്റം തടയുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു കുറ്റം ചെയ്യുകയാണെങ്കിൽ അത് കുറ്റമായിട്ട് കണക്കാക്കുന്നില്ല. ഓക്കെ, അതായത് സദുദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കുറ്റമാണെങ്കിൽ അത് കുറ്റമായിട്ട് കണക്കാക്കുന്നില്ല. അതിനൊരു എക്സാമ്പിൾ ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഒരു അഗ്നിബാധ ഉണ്ടായിട്ട് അത് വീണ്ടും തീ എല്ലായിടത്തേക്കും പടർന്നു പിടിച്ച് കുറേ അധികം ജീവനുകൾ നഷ്ടപ്പെടും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ തീ പടർന്ന് പിടിക്കാതിരിക്കാനായിട്ട് ഒരു വീടൊക്കെ പൊളിച്ചു കളയുകയാണെങ്കിൽ ഒരു വീട് പൊളിക്കുക എന്ന് പറഞ്ഞാൽ കുറ്റമാണ്. പക്ഷേ അത് എന്തുദ്ദേശത്തോടു കൂടിയിട്ടാണ്? കുറേ അധികം ജീവനുകൾ നഷ്ടപ്പെടരുത് എന്നുള്ള സദുദ്ദേശത്തോടു കൂടിയാണ്. അപ്പം അതുകൊണ്ട് അയാളുടെ മേലെ കുറ്റം ആരോപിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പം അയാളെ കുറ്റക്കാരനായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. അതാണ് സെക്ഷൻ 81 പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ക്ലിയർ ആയി. ഇനി അടുത്ത സെക്ഷൻ പറയുന്നുണ്ട്, സെക്ഷൻ 82 സെക്ഷൻ 82 പറയുന്നത് 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയുടെ കൃത്യം. ആക്ട് ഓഫ് ചൈൽഡ് അണ്ടർ 7 years ഓഫ് ഏജ്. അതായത് 7 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി എന്ത് ചെയ്താലും
അത് കുറ്റകരമാകുന്നതല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടി, തിരിച്ചറിയാനുള്ള പ്രായമായിട്ടില്ലല്ലോ, അപ്പോൾ 7 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി എന്ത് ചെയ്താലും അതൊന്നും കുറ്റകരമാകുന്നില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 82. കിട്ടിയല്ലോ. അപ്പോൾ സെക്ഷൻ 81 ഞാൻ ഒന്നുകൂടെ പറയാം. വലിയ ഒരു കുറ്റകൃത്യം തടയുന്നതിന് വേണ്ടിയിട്ട് സദുദ്ദേശത്തോടു കൂടിയിട്ട് ചെയ്യുന്ന ചെറിയൊരു കുറ്റം അതെന്താണ്, കുറ്റകരമായിട്ട് കണക്കാക്കുന്നില്ല. അതാണ് സെക്ഷൻ 81. സെക്ഷൻ 82 എന്താണ്, 7 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയുടെ കൃത്യം, ആ കുട്ടി എന്ത് ചെയ്താലും അതെന്താണ്, കുറ്റകരമല്ല എന്നുള്ളതാണ് സെക്ഷൻ 82. ക്ലിയർ ആയല്ലോ. പറയുമ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് 2 തവണ കേട്ടിട്ട് അത് പഠിച്ച് ക്ലിയർ ചെയ്തിട്ട് പോവാം കേട്ടോ, കാരണം കുറേ സെക്ഷൻസ് ഉണ്ട് പഠിക്കാൻ. ഓക്കെ, അപ്പോൾ നോക്കുക കേട്ടോ. അടുത്തത് നോക്കുക, സെക്ഷൻ 83 പറയുന്നത് അപക്വമായ ധാരണാശക്തിയും 7 വയസ്സിന് മുകളിൽ 12 വയസ്സിന് താഴെ പ്രായവുമുള്ള കുട്ടിയുടെ കൃത്യം. ആക്ട് ഓഫ് എ ചൈൽഡ് എബവ് 7 ആൻഡ് അണ്ടർ 12 ഓഫ് ഇമ്മച്വർ അണ്ടർസ്റ്റാൻഡിങ്. എന്താണ്, 7 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടി എന്നാൽ 12 വയസ്സിന് താഴെ പ്രായമുള്ളതുമായിട്ടുള്ള കുട്ടി, 7നും 12 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടി. അപ്പോൾ ആ കുട്ടി താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ സ്വഭാവവും അതിൻ്റെ അനന്തരഫലത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള പക്വതയും വന്നിട്ടില്ലെങ്കിൽ പ്രസ്തുത കുട്ടി ചെയ്യുന്നതൊന്നും എന്താണ്, കുറ്റകരമാകുന്നില്ല. ഓക്കെ, 7 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടിയാണ്. പക്ഷേ ആ കുട്ടി ഒരു തെറ്റ് ചെയ്തു, പക്ഷേ ആ തെറ്റ് എന്താണ്, അല്ലെങ്കിൽ അത് ചെയ്തതുകൊണ്ടുള്ള അനന്തരഫലം എന്താണ് എന്നൊന്നും ആ കുട്ടിക്ക് അറിയില്ല. അങ്ങനെ അറിയാതെ പോയ ഒരു തെറ്റാണെങ്കിൽ അതെന്താണ്, അത് കുറ്റകരമാകുന്നില്ല എന്നാണ് സെക്ഷൻ 83 പറയുന്നത്. 82 എന്തായിരുന്നു, 7 വയസ്സിൽ താഴെയുള്ള ഏതൊരു കുട്ടിയും എന്ത് തെറ്റ് ചെയ്താലും അത് കുറ്റകരമല്ല എന്നുള്ളതായിരുന്നു. 83 എന്താണ് പറയുന്നത്, 7 വയസ്സ് മുതൽ 12 വയസ്സിന് താഴെ വരെയുള്ള കുട്ടികൾക്ക് അതെന്ത് കുറ്റം ചെയ്താലും അത് അവർ പക്ഷെ അറിയുന്നില്ല അത് കുറ്റമാണോ എന്നും, അല്ലെങ്കിൽ അത് ചെയ്താൽ അതിൻ്റെ അനന്തരഫലം എന്താണ് എന്നും അറിയാതെയാണ് ആ കുട്ടി തെറ്റ് ചെയ്യുന്നതെങ്കിൽ അത് കുറ്റകരമാകുന്നില്ല എന്നാണ് സെക്ഷൻ 83 പറയുന്നത്. ഓക്കെ, കിട്ടിയല്ലോ. ഇനി അടുത്തത് നോക്കുക, സെക്ഷൻ 84 ആണ്. എന്താണ്, ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിയുടെ കൃത്യം. ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിയുടെ കൃത്യം. ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. അതായത് ഒരു കുറ്റകൃത്യം സംഭവിക്കുന്ന സമയത്ത് ചിത്തഭ്രമം കാരണം ആ കൃത്യത്തിൻ്റെ സ്വഭാവവും അതിൻ്റെ അനന്തരഫലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തി ചെയ്യുന്ന യാതൊന്നും കുറ്റകരമല്ല. ചിത്തഭ്രമം അറിയാലോ അല്ലേ, മൈൻഡൊക്കെ മാറിയിട്ട് ചിത്തഭ്രമം കാരണമാണ് ആ സമയത്ത് ആ ഒരു കാര്യം ചെയ്യുന്നത്, ഒരു കുറ്റം ചെയ്യുന്നത്. ആ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം അറിയില്ല, അതിൻ്റെ അനന്തരഫലം എന്താണെന്ന് അറിയില്ല. അങ്ങനെയുള്ളൊരു രീതിക്കാണ് ഒരു വ്യക്തി കുറ്റം ചെയ്യുന്നതെങ്കിൽ അതെന്താണ്, കുറ്റകരമായിട്ട് കാണുന്നില്ല. അതാണ് സെക്ഷൻ 84 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിയുടെ കൃത്യമാണ് സെക്ഷൻ 84. ആ ഒരു കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് ചിത്തഭ്രമം കാരണം ആ കുറ്റം ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ അനന്തരഫലമോ ഒന്നും അറിയാതെയാണ് ചെയ്യുന്നതെങ്കിൽ അത് കുറ്റകരമല്ല എന്നുള്ളതാണ് സെക്ഷൻ 84 പറയുന്നത്. കിട്ടിയോ? അടുത്തത് സെക്ഷൻ 85 ആണ്. സെക്ഷൻ 85 എന്ന് പറയുമ്പോൾ തൻ്റെ ഇഷ്ടത്തിനെതിരായി ലഹരി പിടിപ്പിക്കപ്പെട്ടത് കാരണമായി നിർണയശക്തി ഉപയോഗിക്കുവാൻ കഴിവില്ലാത്ത ഒരു വ്യക്തിയുടെ കുറ്റകൃത്യം. എന്താണ്, ആക്ട് ഓഫ് എ പേഴ്സൺ ഇൻകാപ്പബിൾ ഓഫ് ജഡ്ജ്മെൻറ്റ് ബൈ റീസൺ ഓഫ് ഇൻടോക്സിക്കേഷൻ കോസ്ഡ് എഗെയിൻസ്റ്റ് ഹിസ് വിൽ. അതായത് ഒരു വ്യക്തിയുടെ അറിവോ സമ്മതമോ ഒന്നും കൂടാതെ ബലം പ്രയോഗിച്ചിട്ട് ലഹരി വസ്തുക്കൾ നൽകി. ഓക്കെ, ഒരാൾ ബലം പ്രയോഗിച്ച ഒരാൾക്ക് ലഹരി വസ്തുക്കൾ നൽകി. പക്ഷെ ആ ലഹരി വസ്തുവിൻ്റെ ആ ഒരു ഇതുകൊണ്ട് ആ ഒരു ലഹരി വസ്തു കഴിച്ചതുകൊണ്ട് ആ ഒരു സമയത്ത് നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഓക്കെ, അവരുടെ സമ്മതത്തോടു കൂടി അല്ലാതെ ആയിരിക്കണം. ഒരു വ്യക്തിയുടെ അറിവ് കൂടാതെ മറ്റൊരാൾ ബലം പ്രയോഗിച്ച് ലഹരി വസ്തു നൽകി. ആ ലഹരിയുടെ ഇത് കഴിയുന്നതിന് മുൻപേ ആ ഒരു ഇടവേളയിൽ എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് കുറ്റകരമല്ല. പക്ഷെ ലഹരി എന്ന് പറയുന്നത് അയാൾ അറിവ് കൂടാതെ അല്ലേ, അയാളുടെ ഇഷ്ടത്തോടു കൂടി അല്ലാതെ അയാളുടെ അകത്തേക്ക് പോയതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ലഹരി കഴിച്ച സമയത്ത് അയാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് കുറ്റകരമല്ല എന്നുള്ളതാണ് പറയുന്നത് സെക്ഷൻ 85 പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ തൻ്റെ ഇഷ്ടത്തിനെതിരായി ലഹരി പിടിപ്പിക്കപ്പെട്ടത് കാരണമായി
നിർണയ ശക്തി ഉപയോഗിക്കുവാൻ കഴിവില്ലാത്ത ഒരു വ്യക്തിയുടെ കുറ്റകൃത്യമാണ്. എന്താണ്? ഒരു വ്യക്തിയുടെ അറിവോ സമ്മതമോ കൂടാതെ ബലം പ്രയോഗിച്ച് ഒരാൾ ലഹരി വസ്തു കഴിപ്പിക്കുന്നു, അതിലൂടെ തെറ്റെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അയാളുടെ അറിവോ സമ്മതമോ കൂടാതെയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതെന്താണ്? കുറ്റകരമല്ല എന്നുള്ളതാണ് സെക്ഷൻ 85 പറയുന്നത്. ഓക്കെ ആണല്ലോ? അടുത്തത് സെക്ഷൻ 88 ആണ്. സെക്ഷൻ 88 പറയുന്നത് എന്താണ്? മരണം സംഭവിക്കണമെന്ന് ഉദ്ദേശമില്ലാതെ ഒരാളുടെ ഗുണത്തിനായി സമ്മതത്തോടെ ഉത്തമ വിശ്വാസപൂർവം ചെയ്യുന്ന കൃത്യം. ആക്ട് നോട്ട് ഇൻറ്റൻഡഡ് ടു കോസ് ഡെത്ത് ഡൺ ബൈ കൺസെൻറ്റ് ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ പേഴ്സൺസ് ബെനിഫിറ്റ്. എന്താണ് പറയുന്നത്? അതായത് ഒരാളുടെ മരണം സംഭവിക്കണമെന്ന ഒരു ഉദ്ദേശവുമില്ല, പക്ഷേ അയാളുടെ ഗുണത്തിനായിട്ട് സമ്മതത്തോടെ, അയാളുടെയും കൂടെ സമ്മതത്തോടു കൂടിയിട്ട് നമ്മളൊരു പ്രവൃത്തി ചെയ്യുകയാണ്. പക്ഷെ ആ പ്രവൃത്തി എന്താണ്? ആ വ്യക്തിക്ക് മരണം വിതയ്ക്കുകയോ എന്തെങ്കിലും ഹാനി സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് കുറ്റകരമല്ല എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഡോക്ടർ, ഇപ്പോൾ നമ്മളൊരു സർജൻ ഒരു രോഗിയുടെ സമ്മതത്തോടു കൂടിയിട്ട് എന്താണ്, നല്ല ഉദ്ദേശത്തിൽ അയാൾ രക്ഷപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ശസ്ത്രക്രിയ ചെയ്യുന്നു. പക്ഷേ രോഗി എന്ത് ചെയ്യുന്നു? മരണപ്പെടുകയാണെങ്കിൽ, സർജറി കഴിഞ്ഞും രോഗി മരണപ്പെടുകയാണെങ്കിൽ ആ സർജനെ കുറ്റക്കാരനായിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? സദുദ്ദേശത്തോടു കൂടിയിട്ടാണ്, ആ രോഗി രക്ഷപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സർജറി ചെയ്യാനായിട്ട് ആ രോഗിയുടെ പെർമിഷനോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എന്താണ്, അദ്ദേഹം രക്ഷപ്പെടുന്നില്ല, അദ്ദേഹം മരണം സംഭവിക്കുന്നു. അപ്പോൾ എന്താണ്? ആ സർജനെ നമുക്ക് കുറ്റക്കാരനായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതാണ് സെക്ഷൻ 88 പറയുന്നത്. ഓക്കെ, അപ്പോൾ മരണം സംഭവിക്കണമെന്ന ഉദ്ദേശമൊന്നുമില്ല, ഒരാളുടെ ഗുണത്തിനായിട്ട് അയാളുടെ സമ്മതത്തോടു കൂടി ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുന്ന ഒരു കൃത്യമാണ്. പക്ഷെ അത് അദ്ദേഹത്തിന് വിനയായിട്ട് വരികയാണെങ്കിൽ അയാൾ എന്താണ്? കുറ്റക്കാരനായിട്ട് പറയാൻ പറ്റില്ല. അതാണ് സെക്ഷൻ 88. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ സെക്ഷൻസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തതിലോട്ട് പോകുന്നതിന് മുൻപ് നിങ്ങൾ സ്വയം ഇതൊന്ന് പോസ് ചെയ്തിട്ട് ഓരോന്നായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. 81 എന്തായിരുന്നു? വലിയൊരു തെറ്റ് അല്ലേ, വലിയൊരു അല്ലെങ്കിൽ കുറ്റം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, തടയുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അതെന്താണ്? കുറ്റകരമായിട്ട് കാണുന്നില്ല. 82 എന്താണ് പറഞ്ഞത്? 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടി ചെയ്യുന്നതൊന്നും കുറ്റമാവുന്നില്ല. 83 പറഞ്ഞത് 7നും 12നും വയസ്സിലുള്ള കുട്ടി തെറ്റ് ചെയ്യുന്നു, പക്ഷേ അതിൻ്റെ സ്വഭാവമോ അല്ലെങ്കിൽ അതിൻ്റെ അനന്തരഫലമോ ഒന്നും അറിഞ്ഞുകൊണ്ടല്ല ആ കുട്ടി ചെയ്യുന്നതെങ്കിൽ അത് തെറ്റല്ല എന്ന് പറഞ്ഞു. ദെൻ 84 എന്താണ് പറഞ്ഞത്? ചിത്തഭ്രമം അല്ലെ, ചിത്തഭ്രമം കാരണമാണ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്? കുറ്റകരമല്ല എന്ന് പറഞ്ഞു. ദെൻ 85 എന്താണ് പറയുന്നത്? നമ്മുടെ ഇഷ്ടത്തിനെതിരായിട്ട് ഒരാൾ ലഹരി പദാർത്ഥമോ എന്തെങ്കിലും തന്നിട്ട് ആ ഒരു സമയത്ത് നമ്മൾ കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ അത് തെറ്റല്ല എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത സെക്ഷൻ 88 ആണ് പറയുന്നത്. എന്താണ്? മരണം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ല, ഒരാളുടെ സമ്മതത്തോടു കൂടി തന്നെ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നൊരു കാര്യം, പക്ഷെ അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നുവെങ്കിൽ അതെന്താണ്? അത് കുറ്റകരമല്ല എന്നുള്ളതാണ് സെക്ഷൻ 88 പറയുന്നത്. ഓക്കെ, ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് സെക്ഷൻ 89 ആണ്. എന്താണ് പറയുന്നത്? കുട്ടിയുടെയോ ചിത്തഭ്രമമുള്ള വ്യക്തിയുടെയോ ഗുണത്തിനു വേണ്ടി രക്ഷകർത്താവിനാലോ അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടു കൂടിയോ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യപ്പെടുന്ന കൃത്യം. നമ്മൾ 88 പറഞ്ഞത് എന്താണ്? ഇപ്പോൾ ഒരു സർജൻ ഒരു രോഗിയുടെ അല്ലേ, അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ രോഗിയുടെ സമ്മതത്തോടു കൂടി തന്നെ സർജറി നടത്തുന്നു, പക്ഷേ അയാൾ മരണപ്പെടുന്നു എങ്കിൽ കുറ്റകരമല്ല എന്ന് പറഞ്ഞു. ഇനി ഒരു ചെറിയ കുട്ടിയാണ് അല്ലെങ്കിൽ ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിയാണ്, അപ്പോൾ അവരോട് പെർമിഷൻ ചോദിക്കാൻ പറ്റുമോ? ഒരു കുട്ടിക്ക് എന്താണ് കാര്യമെന്ന് അറിയില്ല, ചിത്തഭ്രമമുള്ള ആളാണെങ്കിലും അവർക്ക് കാര്യമൊന്നും അറിയില്ല, അപ്പോൾ അവരോട് പെർമിഷൻ ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ കുട്ടിയാണ് അല്ലെങ്കിൽ ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ഗുണത്തിന് വേണ്ടി, അവരുടെ നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ ആരോടാണ് പെർമിഷൻ ചോദിക്കുക? സർജറിയോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ അവരുടെ രക്ഷകർത്താക്കളോടാണ് നമ്മൾ പെർമിഷൻ ചോദിക്കുക. അങ്ങനെ രക്ഷകർത്താവിനെ കൊണ്ട് പെർമിഷൻ ചോദിച്ച് അവരുടെ സമ്മതത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, പക്ഷെ എന്താണ്, ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞ് ആ കുട്ടിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ എന്താണ്, അതിനും നമ്മൾ ആരെയും കുറ്റം പറയാനായിട്ട് പാടില്ല. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പോൾ ഒരു സർജൻ ഒരു കുട്ടിയുടെ രക്ഷകർത്താവിൻ്റെ സമ്മതത്തോട് കൂടിയിട്ട് നല്ല ഉദ്ദേശത്തിൽ കുട്ടിയെ രക്ഷിക്കണം എന്നുള്ള രീതിയിൽ വിത്ത് പെർമിഷൻ, ആരുടെ പെർമിഷനും കൊണ്ടാണ്? രക്ഷകർത്താവിൻ്റെ പെർമിഷനോട് കൂടി ഒരു കുട്ടിയുടെ ശസ്ത്രക്രിയ ചെയ്യുന്നു. പക്ഷെ കുട്ടിയുടെ മരണം സംഭവിച്ചു എന്ന് വെച്ചാൽ സർജനെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. അതാണ് നമ്മൾ 89 പറയുന്നത്, സെക്ഷൻ 89 പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതിൽ വരുന്ന കുട്ടിക്ക് എന്ന് പറയുമ്പോൾ ആരൊക്കെയായിരിക്കണം? 12 വയസ്സിൽ താഴെയുള്ള കുട്ടിയായിരിക്കണം, അല്ലെങ്കിൽ ചിത്തഭ്രമം ബാധിച്ച ഒരാളുടെയോ രക്ഷകർത്താവിൻ്റെ സമ്മതത്തോട് കൂടിയിട്ടാണ്
എന്താണ് ശസ്ത്രക്രിയയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ മരണം സംഭവിക്കുമെന്നുള്ള ഉദ്ദേശം കൊണ്ടൊന്നും അല്ല, ഗുണത്തിന് വേണ്ടി ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. എന്നിട്ടും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുന്നില്ല, മരണം സംഭവിക്കുകയാണെങ്കിൽ സർജനെ അല്ലെങ്കിൽ ആ ചെയ്ത വ്യക്തിയെ നമുക്ക് എന്താണ് കുറ്റക്കാരനായിട്ട് കാണാനായിട്ട് പറ്റില്ല. ഓക്കെ, അതാണ് സെക്ഷൻ 89 എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയല്ലോ. അടുത്തത് സെക്ഷൻ 92 ആണ് കേട്ടോ. സെക്ഷൻ 92 പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ ഗുണത്തിനായി സമ്മതം കൂടാതെ ഉത്തമ വിശ്വാസപൂർവം ചെയ്യുന്ന കുറ്റം. ഒരു വ്യക്തിയുടെ ഗുണത്തിനായിട്ട് സമ്മതം കൂടാതെ ഉത്തമ വിശ്വാസപൂർവം ചെയ്യുന്ന കുറ്റം. ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ബെനിഫിറ്റ് ഓഫ് എ പേഴ്സൺ വിത്തൗട്ട് കൺസെൻറ്റ്. അതായത് ഇവിടെ നോക്കുക, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു വ്യക്തിയുടെ സമ്മതം കൂടാതെ അയാൾക്ക് ഹാനികരമാകണമെന്ന് ഉദ്ദേശമില്ലാതെ അയാളുടെ നന്മയ്ക്കായി ചെയ്യുന്ന പ്രവൃത്തി മൂലം പ്രസ്തുത വ്യക്തിക്ക് ഹാനികരമായിട്ട് എന്ത് സംഭവിച്ചാലും കുറ്റകൃത്യമായി കണക്കാക്കുന്നില്ല. ഒരാൾക്ക് നല്ലത് വരണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട്, പക്ഷെ അയാളുടെ പെർമിഷൻ ഇല്ലാതെയാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നത്, പക്ഷെ അതെങ്ങനെയോ അദ്ദേഹത്തിന് ഹാനിയായിട്ട് വന്നു, അങ്ങനെയാണെങ്കിലും അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നോക്കുക, തീ പിടിച്ചു കത്തുന്ന വീട്ടിൽ നിന്നും ഒരു കുട്ടി, ഓക്കെ, തീ പിടിച്ചു കത്തുവാണ്, അപ്പോൾ തീയിൽപ്പെട്ട് ആ കുട്ടിക്ക് ആപത്ത് സംഭവിക്കരുത് എന്ന് വിചാരിച്ച് രക്ഷകർത്താക്കളുടെ പെർമിഷനൊക്കെ ചോദിക്കാൻ നിൽക്കുമോ? തീയിലൊരു കുട്ടി പെട്ട് കിടക്കുമ്പോൾ നമ്മൾ അമ്മമാരോട് രക്ഷിക്കട്ടെ എന്ന് ചോദിക്കാൻ നിൽക്കുമോ? ഇല്ല. അപ്പോൾ അവരോടൊന്നും പെർമിഷനൊന്നും ചോദിക്കാതെ ആ കുട്ടിയെ പെട്ടെന്ന് തീയിൽ നിന്നും എടുത്തിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇടുകയാണ്. പക്ഷെ ആ ഒരു ഇടലോട് കൂടിയിട്ട് എവിടേക്കെങ്കിലും ഇട്ടു, ആ ഇട്ട സ്ഥലത്ത് അവിടെ എന്തെങ്കിലും തലയിടിക്കുകയോ എന്തെങ്കിലും ചെയ്ത് ആ കുട്ടിക്ക് പെട്ടെന്ന് എന്തെങ്കിലും മരണം സംഭവിച്ചു എന്ന് വിചാരിക്കാം. ഇയാൾ ചെയ്തത് തെറ്റാവോ? ആ കുട്ടി മരിച്ചു, പക്ഷെ എന്താണ് അദ്ദേഹം ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ആ തീയിൽപ്പെട്ട് മരിക്കരുത് എന്ന് ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ടത്, അല്ലെ, ഒരു കമ്പിളിയിലോട്ട് ഇട്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കമ്പിളിയിലോട്ട് ഇടുന്ന സമയത്ത് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു, അയാളെ കുറ്റക്കാരനായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. രക്ഷകർത്താക്കളുടെ പെർമിഷനൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ എന്തുകൊണ്ടാണ്? അതൊരു നല്ല ഉദ്ദേശം കൊണ്ടാണ്, തീ പിടിച്ച് മരിക്കരുത് എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് പ്രവൃത്തി ചെയ്താലും എന്തല്ല, അതൊരു കുറ്റമായിട്ട് കാണുന്നില്ല. ഓക്കെ, അപ്പോൾ സെക്ഷൻ 92 പറയുന്നത് അതാണ്. ഒരു വ്യക്തിയുടെ ഗുണത്തിന് വേണ്ടിയിട്ട് അവരുടെ സമ്മതം കൂടാതെ നമ്മളൊരു നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കാര്യമാണ്, പക്ഷെ അതൊരു കുറ്റമായിട്ട് വരുവാണെങ്കിൽ, ഹാനിയായിട്ട് വരുവാണെങ്കിൽ അത് കുറ്റമായിട്ട് കാണുന്നില്ല. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് നോക്കുക, സെക്ഷൻ 268 ആണ്. ഓക്കെ, സെക്ഷൻ 268 ഇതിൽ പറയുന്നത് പൊതുജന ശല്യം, പബ്ലിക് ന്യൂസൻസ് ആണ് കേട്ടോ. സെക്ഷൻ 268. ഓക്കെ, സെക്ഷൻ 268 പറയുന്നത് എന്താണ്? പൊതുജന ശല്യമാണ്, പബ്ലിക് ന്യൂസൻസ്. ഒരു വ്യക്തിയുടെ ഏതെങ്കിലും പ്രവർത്തികളോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ പൊതുസമൂഹത്തിനോ സമീപവാസികൾക്കോ ശല്യമോ ഉപദ്രവമോ ഉണ്ടാക്കിയാൽ ആ വ്യക്തിയെ സെക്ഷൻ 268 പ്രകാരം ശിക്ഷിക്കാവുന്നതാണ്. എന്താണ്? ഒരു വ്യക്തി ഏതെങ്കിലും പ്രവൃത്തി, ഒരു വ്യക്തിയുടെ ഏതെങ്കിലും പ്രവൃത്തി അല്ലെങ്കിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ പൊതുസമൂഹത്തിനോ സമീപവാസികൾക്കോ ശല്യമോ ഉപദ്രവമോ ഉണ്ടാക്കിയാൽ എന്താണ്? 268 പ്രകാരം ശിക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരാളുടെ പ്രവൃത്തി കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, ഓക്കെ, സമൂഹത്തിനോ അല്ലെങ്കിൽ സമീപവാസികൾക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതെന്താണ്? അത് കുറ്റം ആണ്. അപ്പോൾ 268, സെക്ഷൻ 268 പ്രകാരം അയാളെ ശിക്ഷിക്കാവുന്നതാണ്. അതാണ് പൊതുജന ശല്യം, പബ്ലിക് ന്യൂസൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നോക്കാം, സെക്ഷൻ 269. സെക്ഷൻ 269 എന്ന് പറയുമ്പോൾ ജീവന് അപായകരമായ രോഗത്തിൻ്റെ പകർച്ച വ്യാപിപ്പിക്കുവാനിടയുള്ള കൃത്യം. ജീവന് അപായകരമായ രോഗത്തിൻ്റെ പകർച്ച വ്യാപിപ്പിക്കുവാനിടയുള്ള കൃത്യം. അതായത് നെഗ്ലിജന്റ് ആക്ട് ലൈക്ലി ടു സ്പ്രെഡ് ഇൻഫെക്ഷൻ ഓഫ് ഡിസീസ് ഡേഞ്ചറസ് ടു ലൈഫ് എന്നാണ് പറയുന്നത്. ഒരു വ്യക്തി നിയമവിരുദ്ധമായോ അശ്രദ്ധയോടുകൂടിയോ ചെയ്യുന്ന ഒരു പ്രവൃത്തി കാരണം ഏതെങ്കിലും മാരകമായ രോഗപകർച്ചയ്ക്കോ ജീവഹാനിക്കോ കാരണമായിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 269 പ്രകാരം ശിക്ഷാർഹമാണ്. ഓക്കെ, അതായത് ഒരു വ്യക്തി നിയമം വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ അയാളുടെ ഒരു അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു, അത് കാരണം എന്തെങ്കിലും ഒരു പകർച്ചയ്ക്കോ അല്ലെങ്കിൽ ജീവഹാനിക്കോ, ഒരു ജീവൻ നഷ്ടമാവാനോ കാരണമായേക്കാം. അശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ഒരു കാര്യം ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ ഒരു മാരക രോഗം ബാധിച്ചു, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതെന്താണ്? ശിക്ഷാർഹമാണ്.
അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് എത്രയാണ്? 6 മാസം തടവ് ശിക്ഷയോ പിഴയോ ആണ്. ഓക്കെ, 6 മാസം തടവ് ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ലഭിക്കുന്നു. ഓക്കെ, അപ്പോൾ സെക്ഷൻ 269 മനസ്സിലായി. അടുത്തത് സെക്ഷൻ 270 ആണ് പറയുന്നത്. എന്താണ്? ജീവന് അപായകരമായ രോഗത്തിൻ്റെ പകർച്ച വ്യാപിപ്പിക്കുവാനിടയുള്ള വിദ്വേഷപൂർവമായ പ്രവൃത്തി, അതായത് മാലിഗ്നന്റ് ആക്ട് ലൈക്ലി ടു സ്പ്രെഡ് ഇൻഫെക്ഷൻ ഓഫ് ഡിസീസ് ഡേഞ്ചറസ് ടു ലൈഫ്. എന്താണ്? ജീവഹാനി ഉണ്ടാക്കുന്ന മാരകമായ രോഗങ്ങളുടെ അണുബാധ പകരുന്നത് വ്യാപിപ്പിക്കുവാൻ ഒരു വ്യക്തി വിദ്വേഷപൂർവം ശ്രമിച്ചാൽ സെക്ഷൻ 270 പ്രകാരം ശിക്ഷ ലഭിക്കുന്നതാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് മനസ്സ് വിചാരിച്ച് അല്ലെ, നമ്മളൊരു വ്യക്തിയോടുള്ള ദേഷ്യം മൂലം അല്ലെങ്കിൽ വിദ്വേഷം മൂലം നമ്മൾ വേണമെന്ന് വെച്ച് ഒരു അണുബാധ അവർക്കും കൂടെ മൊത്തത്തിൽ എല്ലായിടത്തും വ്യാപിച്ചോട്ടെ എന്ന് കരുതി നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? അത് കുറ്റമാണ്. അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 2 വർഷം തടവ് ശിക്ഷയോ അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ലഭിക്കുന്നു. ഓക്കെ, 2 വർഷം തടവ് ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ലഭിക്കുന്നു. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ഒരു അണുബാധ അല്ലെങ്കിൽ ഒരു രോഗം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളോടുള്ള വിദ്വേഷത്തോട് കൂടിയിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് സെക്ഷൻ 270 പ്രകാരം കുറ്റകരമാണ്. ശിക്ഷ എന്താണ്? 2 വർഷം തടവ് ശിക്ഷയോ പിഴയോ ലഭിക്കും, ഇല്ലെങ്കിൽ ഇവ രണ്ടും കൂടെ ലഭിക്കും. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. അടുത്തത് നോക്കുക, സെക്ഷൻ 277 ആണ്. ഓക്കെ, സെക്ഷൻ 277 പൊതു ഉറവയിലെയോ പൊതുജല സംഭരണിയിലെയോ ജലം മലിനമാകുന്നത്. ഓക്കെ, പൊതു ഉറവയിലെയോ പൊതുജല സംഭരണിയിലെയോ ജലം മലിനമാക്കുന്നത്, ഫൗളിംഗ് വാട്ടർ ഓഫ് പബ്ലിക് സ്പ്രിംഗ് ഓർ റിസർവോയർ. എന്താണ്? ഏതെങ്കിലും ഒരു പൊതു നീരുറവയിലെയോ ജലസംഭരണിയിലെയോ ജലം മനഃപൂർവമായി മലിനമാക്കുകയോ ഉപയോഗശൂന്യമാക്കുകയോ ചെയ്താൽ സെക്ഷൻ 277 പ്രകാരമുള്ള ശിക്ഷ ലഭിക്കുന്നതാണ്. അറിഞ്ഞുകൊണ്ട് അല്ലെ, പൊതുവായിട്ടുള്ള ഒരു നീരുറവയോ അല്ലെങ്കിൽ ജലസംഭരണിയോ നമ്മൾ മനഃപൂർവ്വം മലിനമാക്കുകയോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സെക്ഷൻ 277 പ്രകാരം അത് കുറ്റമാണ്. അതിനുള്ള ശിക്ഷ എത്രയാണ്? ശിക്ഷ 3 മാസം തടവോ 500 രൂപ പിഴയോ ആണ്. ഓക്കെ, 3 മാസം തടവ് അല്ലെങ്കിൽ 500 രൂപ പിഴയോ ആണ്, അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ലഭിക്കും. ഓക്കെ, അപ്പോൾ സെക്ഷൻ 277 ഇത്രയേ ഉള്ളൂ. പൊതു ഉറവയിലെയോ പൊതുജല സംഭരണിയിലെയോ ജലം നമ്മൾ മനഃപൂർവ്വമായിട്ട് മലിനമാക്കുകയോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് കുറ്റകരമാണ് എന്നാണ് സെക്ഷൻ 277 പറയുന്നത്. ഓക്കെ, അടുത്തത് നോക്കുക, ശരീരത്തിനെതിരായ കുറ്റകൃത്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ശരീരത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ, ഒഫൻസസ് എഗെയിൻസ്റ്റ് ബോഡിയാണ് പറയുന്നത്. ആദ്യത്തേത് 299. ഓക്കെ, സെക്ഷൻ 299 ആണ്. സെക്ഷൻ 299 പറയുന്നത് എന്താണ്? കുറ്റകരമായ നരഹത്യയാണ്. കുറ്റകരമായ നരഹത്യ. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഒരാൾക്ക് മരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ശാരീരിക പീഡനങ്ങൾ ഏൽപ്പിക്കുകയോ മരണം സംഭവിപ്പിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മരണപ്പെടുത്തുകയോ ചെയ്യുന്നത് സെക്ഷൻ 299 പ്രകാരം കുറ്റകരമായ നരഹത്യയാണ്. ഓക്കെ, അപ്പോൾ കുറ്റകരമായിട്ടുള്ള നരഹത്യ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. സെക്ഷൻ 299 പ്രകാരം എന്താണ്? ഒരാൾക്ക് മരണം ഉണ്ടാവുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ശാരീരിക പീഡനങ്ങൾ ഏൽപ്പിക്കുക അല്ലെങ്കിൽ മരണം സംഭവിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മരണപ്പെടുത്തുകയോ ചെയ്യുന്നത് 299 പ്രകാരം കുറ്റകരമായിട്ടുള്ള നരഹത്യയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ദൗർബല്യമോ അതുപോലെ തന്നെ ഉള്ള വ്യക്തിയെ ശാരീരിക ഉപദ്രവം ചെയ്ത് മരണത്തിനിടയാക്കുന്നതും ഈ സെക്ഷൻ പ്രകാരം കുറ്റകരമാണ്. ഓക്കെ, ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ഒരു വ്യക്തിയെ അതിനു വേണ്ടിയിട്ട് ശാരീരിക ഉപദ്രവം ചെയ്യാം, മരണപ്പെടാൻ വേണ്ടി ശാരീരിക ഉപദ്രവം ചെയ്തു കഴിഞ്ഞാലും അത് തെറ്റാണ്. അതും ഈ സെക്ഷനിൽ വരുന്നതാണ്. ശാരീരികമായ ഹാനിയാൽ മരണം സംഭവിക്കുമ്പോൾ ഉചിതമായ പ്രതിവിധികളും നിപുണമായ ചികിത്സയും അവലംബിച്ച് ആ മരണം തടയാമായിരുന്നുവെങ്കിലും അങ്ങനെയുള്ള ശാരീരികമായിട്ടുള്ള ഹാനി ഉളവാക്കുന്നയാൾ മരണം സംഭവിച്ചിട്ടുള്ളതായിട്ട് കരുതപ്പെടുന്നു. ഓക്കെ, അതായത്
ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുകയാണ്, അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ചികിത്സയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അയാളെ രക്ഷപ്പെടുത്താം. പക്ഷെ അയാൾ മരിക്കണം എന്നുള്ള രീതിക്ക് അതൊന്നും ചെയ്യാതെ അയാൾ മരണം സംഭവിച്ചോട്ടെ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുകയാണെങ്കിൽ അതും എന്താണ്, അതും ഈ കുറ്റകൃത്യത്തിൽ പെടുന്നതാണ്. ഓക്കെ, ഇനി മാതാവിൻ്റെ ഗർഭപാത്രത്തിലുള്ള ഒരു ശിശുവിൻ്റെ മരണം സംഭവിക്കുന്നത് നരഹത്യ അല്ല. എന്നാൽ ജീവനുള്ള ഒരു ശിശുവിൻ്റെ മരണം സംഭവിപ്പിക്കുന്നത് ആ ശിശുവിൻ്റെ ഏതെങ്കിലും ഭാഗം പിറന്നിട്ടുള്ള പക്ഷം ആ ശിശു ശ്വാസോച്ഛ്വാസം ചെയ്യുകയോ പൂർണ്ണമായി പിറക്കുകയോ ചെയ്തിട്ടില്ലെങ്കിലും കുറ്റകരമായിട്ടുള്ള നരഹത്യയായി തീരാവുന്നതാണ്. ഒരു കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ശ്വാസോച്ഛ്വാസമില്ല, അല്ലെങ്കിൽ എന്താണ് പൂർണ്ണമായിട്ടുള്ള ശരീരഭാഗങ്ങളില്ല, അങ്ങനെ പിറന്നിട്ട് അതിനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, മരിക്കട്ടെ എന്ന് വിചാരിച്ച് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതും എന്താണ്, നരഹത്യയാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഈ സെക്ഷനിൽ പെടുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരാളുടെ മരണം സംഭവിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എന്ത് ചെയ്താലും അതെന്താണ്, സെക്ഷൻ 299 വരുന്നതാണ് കുറ്റകരമായിട്ടുള്ള നരഹത്യ. ഓക്കെ, ഇനി സെക്ഷൻ 300 പറയുന്നത് എന്താണ്, കൊലപാതകം, മർഡർ വരുന്ന സെക്ഷൻ ഏതാണ്, സെക്ഷൻ 300 ആണ്. ഒരു വ്യക്തിയെ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കുകയും മറ്റേതെങ്കിലും തരത്തിൽ ഒരു വ്യക്തിയുടെ ജീവന് ഹാനി സംഭവിക്കത്തക്ക വിധം ആ വ്യക്തിയെ മരണത്തിലോട്ട് നയിക്കുകയും ചെയ്യുന്ന ഏതൊരു കുറ്റവും സെക്ഷൻ 300 പ്രകാരം കൊലപാതകമാണ്. അപ്പോൾ ഒരു വ്യക്തിയെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ പീഡിപ്പിക്കുക, മറ്റേതെങ്കിലും തരത്തിൽ ആ വ്യക്തിയുടെ ജീവന് ഏതെങ്കിലും തരത്തിൽ ഹാനി സംഭവിക്കത്തക്ക വിധം ആ വ്യക്തി എന്താണ്, മരണത്തിലോട്ട് നയിക്കുകയും ചെയ്യുന്ന ഏതൊരു കുറ്റവും സെക്ഷൻ 300 പ്രകാരം കൊലപാതകമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതാണ് സെക്ഷൻ 300, മർഡർ ആണ് വരുന്നത്. അടുത്തത് സെക്ഷൻ 301. സെക്ഷൻ 301 പറയുന്നത് എന്താണ്, മരണം ഉദ്ദേശിച്ച വ്യക്തിയല്ലാതെ മറ്റൊരു വ്യക്തിയുടെ മരണത്തിന് കാരണമാകുന്ന നരഹത്യ. മരണം ഉദ്ദേശിച്ച വ്യക്തിയല്ലാതെ മറ്റൊരു വ്യക്തിയുടെ മരണത്തിന് കാരണമാകുന്ന നരഹത്യ, അതായത് കൾപ്പബിൾ ഹോമിസൈഡ് ബൈ കോസിങ് ഡെത്ത് ഓഫ് പേഴ്സൺ അതർ ദാൻ പേഴ്സൺ ഹൂസ് ഡെത്ത് വാസ് ഇൻറ്റൻഡഡ്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിയുടെ മരണമാണ്, പക്ഷേ അയാൾക്ക് പകരം മറ്റൊരു വ്യക്തിയുടെ മരണത്തിന് കാരണമായേക്കാവുന്ന കുറ്റവും എന്താണ്, സെക്ഷൻ 301 പ്രകാരം മറ്റൊരാളുടെ മരണം സംഭവിക്കുന്നത് കൊണ്ടുള്ള കുറ്റകരമായിട്ടുള്ള നരഹത്യയാണ്. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ എന്താണ് മരണപ്പെടാനായിട്ട് ഉദ്ദേശിച്ചിട്ട് ഒരു കാര്യം ചെയ്യുന്നു, പക്ഷെ അത് എന്താണ്, മരണപ്പെടുന്നത് ആരാണ്, മറ്റൊരു വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിലും എന്താണ്, അത് കുറ്റകരം തന്നെയാണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 301 പറയുന്നതാണ്, മരണം ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയെ മരിക്കണം എന്നുദ്ദേശിച്ച് നമ്മളൊരു കാര്യം ചെയ്യുന്നു, മറ്റൊരു വ്യക്തിയുടെ മരണത്തിനാണ് അത് കാരണമാകുന്നത്, അതും എന്താണ്, നരഹത്യ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് സെക്ഷൻ 301 പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സെക്ഷൻ 302 പറയുന്നത് കൊലപാതകത്തിനുള്ള ശിക്ഷ. ഓക്കെ, പണിഷ്മെന്റ് ഓഫ് മർഡർ ആണ് പറയുന്നത്. കൊലപാതകത്തിനുള്ള ശിക്ഷ, പണിഷ്മെന്റ് ഓഫ് മർഡർ പറയുന്നത് എന്താണ്, കൊലപാതകം നടത്തുന്ന ഏതൊരു വ്യക്തിയും ഏത് വിധേനയുള്ള കൊലപാതകമാണെങ്കിലും സെക്ഷൻ 302 പ്രകാരം മരണശിക്ഷയോ ജീവപര്യന്തം തടവോ നൽകി ശിക്ഷിക്കപ്പെടുന്നതും കൂടാതെ പിഴ ശിക്ഷയ്ക്കും അർഹനാണ്. ഓക്കെ, അപ്പോൾ 302 പറയുന്ന ഇതാണ് കൊലപാതകത്തിനുള്ള ശിക്ഷ. കൊലപാതകം നടത്തുന്നത് ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ഏത് വിധേനയുള്ള കൊലപാതകമോ ആയിക്കോട്ടെ, സെക്ഷൻ 302 പ്രകാരം ശിക്ഷ എന്താണ്, മരണശിക്ഷയോ ജീവപര്യന്തം തടവോ ആണ്. ഓക്കെ, മരണശിക്ഷയോ ജീവപര്യന്തമോ തടവും നൽകി ശിക്ഷിക്കപ്പെടും. അതുപോലെ തന്നെ പിഴയും കൂടിയിട്ട് ഉണ്ടാവും. അതാണ് സെക്ഷൻ 302 പറയുന്നത്. കൊലപാതകത്തിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ അതിന് മരണശിക്ഷയോ അല്ലെങ്കിൽ ജീവപര്യന്തം തടവോ അതുകൂടാതെ പിഴയും ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് സെക്ഷൻ 302 പറയുന്നത്. അടുത്തത് സെക്ഷൻ 303 ആണ്. നോക്കുക, പണിഷ്മെന്റ് ഫോർ മർഡർ ബൈ ലൈഫ് കൺവിക്റ്റ്. എന്താണ്, ജീവപര്യന്ത തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തി നടത്തുന്ന കൊലപാതകത്തിനുള്ള ശിക്ഷയാണ്. അതായത് ഏതെങ്കിലും ഒരു കുറ്റത്തിന് ജീവപര്യന്തം തടവിന് വിധിച്ചിട്ടുണ്ട്, അയാൾ ഒരു കൊലപാതകം നടത്തുകയാണെങ്കിൽ അയാൾക്ക് എന്താണ്, മരണശിക്ഷ നൽകി ശിക്ഷിക്കപ്പെടും. അത്രയേ ഉള്ളൂ. ഓക്കെ, ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന ഒരാൾ ഒരു കൊലപാതകം നടത്തിയെന്ന് വിചാരിക്കുക, അയാൾക്ക് എന്താണ്, മരണശിക്ഷ നൽകി ശിക്ഷിക്കപ്പെടുന്നതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജീവപര്യന്ത തടവിനുള്ള ശിക്ഷാവിധിക്ക് അധീനനായിരിക്കെ കൊലപാതകം നടത്തുന്ന ഏതൊരു വ്യക്തിയും മരണശിക്ഷ നൽകി ശിക്ഷിക്കപ്പെടുന്നതാണ് എന്നുള്ളതാണ് സെക്ഷൻ 303 പറയുന്നത്. ഓക്കെ ആണല്ലോ. ജീവപര്യന്ത തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തി നടത്തുന്ന കൊലപാതകത്തിനുള്ള ശിക്ഷയാണ് സെക്ഷൻ 303. ഓക്കെ,
അടുത്തത് സെക്ഷൻ 304 വരുന്നത്. സെക്ഷൻ 304 പറയുന്നത് എന്താണ്? കൊലപാതകം ആകാത്ത കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷ. ഓക്കെ, അത് 2 സെക്ഷനായിട്ടാണ്, 2 ഭാഗമായിട്ടാണ് വരുന്നത്. ഒന്ന്, ഒരു വ്യക്തിക്ക് മരണം സംഭവിക്കുവാൻ ഇടയുള്ള തരത്തിലുള്ള ഏതെങ്കിലും ഹാനി ഉളവാക്കുവാൻ ശ്രമിക്കുന്ന കൊലപാതകത്തിന് തുല്യമല്ലാത്ത നരഹത്യ ചെയ്യുന്ന വ്യക്തി. അതായത് ഒരാൾ മരിക്കണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല, പക്ഷെ മരണത്തിന് തുല്യമായിട്ടുള്ള അത്രയും ഹാനി ഉളവാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഓക്കെ, അതിന് എന്താണ്? ഈ സെക്ഷൻ 304 വകുപ്പ് പ്രകാരം ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ 10 വർഷം തടവും കൂടാതെ പിഴയും ലഭിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു വ്യക്തിക്ക് മരണം സംഭവിക്കാൻ പാകത്തിനുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ്. ഓക്കെ, പക്ഷെ കൊലപാതകമല്ല, മരണം സംഭവിക്കാനായിട്ട് ചാൻസ് ഉള്ള അത്രയും തരത്തിൽ അയാൾ ഉപദ്രവിക്കുകയാണെങ്കിൽ അത് സെക്ഷൻ 304 വരുന്നതാണ്. അതിന് ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ 10 വർഷം തടവും കൂടാതെ പിഴയും ലഭിക്കുന്നതാണ്. എന്നാൽ ഒരു കൃത്യം മരണം സംഭവിക്കുവാൻ ഇടയുള്ളതാണെന്ന അറിവോട് കൂടിയിട്ടും പക്ഷേ മരണം സംഭവിക്കണമെന്നോ ഓക്കെ, അല്ലെങ്കിൽ അതുപോലെ അത്തരത്തിലുള്ള ശാരീരിക ഹാനിയോ ഉണ്ടാക്കണമെന്നോ ഉദ്ദേശമില്ലാതെ ചെയ്തതാണെങ്കിൽ 10 വർഷത്തെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ ലഭിക്കാവുന്നതാണ്. ഓക്കെ, ഇത് നടന്നാൽ മരണം സംഭവിക്കുമെന്ന് അറിയാം, പക്ഷേ അത് മരിക്കണം അല്ലെങ്കിൽ അങ്ങനെ ശാരീരിക ഹാനിയോ ഒന്നും ഉണ്ടാക്കണമെന്ന ഉദ്ദേശമില്ലാതെ ചെയ്തതായിട്ടുള്ള കാര്യമാണെങ്കിൽ 10 വർഷത്തെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് ലഭിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് സെക്ഷൻ 304 വരുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 304 പറഞ്ഞു. ഇനി സെക്ഷൻ 304A ആണ് പറയുന്നത്. സെക്ഷൻ 304A പറയുന്നത് എന്താണ്? കോസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻസ്, അതായത് അശ്രദ്ധ മൂലം മരണം സംഭവിക്കുന്നത്. ഓക്കെ, സെക്ഷൻ 304A പറയുന്നത് എന്താണ്? അശ്രദ്ധ മൂലം മരണം സംഭവിക്കുന്നത്. അപ്പോൾ 304A എന്നല്ലേ, അപ്പോൾ A എന്ന് പറയുന്നത് അശ്രദ്ധ എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. A അശ്രദ്ധ മൂലം. ഓക്കെ, സെക്ഷൻ 304A അശ്രദ്ധ മൂലം മരണം സംഭവിക്കുന്നതാണ്, കോസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻസ്. അതായത് കുറ്റകരമായ നരഹത്യ അല്ലാത്ത ഏതെങ്കിലും അശ്രദ്ധപൂർവമായ പ്രവൃത്തി ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയുടെ മരണത്തിന് ഇടയാക്കുന്ന കുറ്റകൃത്യമാണ് സെക്ഷൻ 304A എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? കുറ്റകരമായിട്ടുള്ള കാര്യം, അതായത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, പക്ഷെ അശ്രദ്ധ മൂലം ഒരാളുടെ മരണത്തിന് ഇടയാക്കി എന്ന് പറഞ്ഞാൽ അതെന്താണ്? സെക്ഷൻ 304A ആണ്. ശിക്ഷ എന്താണ്? 2 വർഷം തടവോ പിഴ ശിക്ഷയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ ലഭിക്കാവുന്നതാണ്. ഓക്കെ, അറിഞ്ഞുകൊണ്ടല്ല, അശ്രദ്ധ മൂലമാണ്, പക്ഷെ ഒരാളുടെ മരണം സംഭവിച്ചു എന്ന് വെച്ചാൽ 2 വർഷം തടവോ ഓക്കെ പിഴ ശിക്ഷയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ ലഭിക്കാവുന്നതാണ്. സെക്ഷൻ എത്രയാണ്? അശ്രദ്ധ മൂലം 304A ആണ്. ഓക്കെ, ഇനി 304B ഉണ്ട്. 304 എന്താണെന്ന് പറഞ്ഞു, 304Aയും 304Bയും ആണ് പറഞ്ഞത്. 304A എന്ന് പറയുന്നത് അശ്രദ്ധ മൂലം ഒരാളുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ 2 വർഷം തടവും പിഴയും ശിക്ഷയും ലഭിക്കുന്നത്. ഇനി സെക്ഷൻ 304B എന്താണ് പറയുന്നത്? സ്ത്രീധന മരണമാണ് പറയുന്നത്. ഓക്കെ, സ്ത്രീധന മരണം. ഒരു സ്ത്രീ ശാരീരികമായി മുറിവേറ്റോ പൊള്ളലേറ്റോ സ്വാഭാവിക സാഹചര്യങ്ങളിലല്ലാതെ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ മരണപ്പെടുകയും മരണത്തിന് തൊട്ടു മുൻപ് ഭർത്താവോ ഭർത്താവിൻ്റെ ബന്ധുക്കളോ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനത്തിന് വിധേയമാക്കിയിരുന്നുവെന്ന് തെളിയുകയും ചെയ്താൽ അങ്ങനെ സംഭവിക്കുന്ന മരണം എന്താണ്? സ്ത്രീധന മരണമായിട്ട് കണക്കാക്കാവുന്നതാണ്. അതിനുള്ള ശിക്ഷ 7 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെയാകുന്ന തടവ് ശിക്ഷയും ലഭിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കല്യാണം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീ ശാരീരികമായി മുറിവേറ്റോ പൊള്ളലേറ്റോ സ്വാഭാവിക സാഹചര്യങ്ങളിലല്ലാതെ മരണപ്പെട്ടു കഴിഞ്ഞാൽ മരണത്തിന് തൊട്ട് മുൻപ് വരെ ഭർത്താവോ ഭർത്താവിൻ്റെ ബന്ധുക്കളോ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനത്തിന് വിധേയമാക്കിയെന്ന് തെളിയുകയും ചെയ്താൽ അതെന്താണ്? സ്ത്രീധന മരണമായിട്ട് കണക്കാക്കുകയും 7 വർഷത്തിൽ കുറയാത്ത ജീവപര്യന്തം വരെയാകുന്ന തടവ് ശിക്ഷയും ലഭിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് സെക്ഷൻ 312 ആണ്. സെക്ഷൻ 312 പറയുന്നത് ഗർഭം അലസിപ്പിക്കലാണ്, കോസിങ് ഓഫ് മിസ്കാരിയേജ് ആണ്. ഓക്കെ, അതായത് ഒരു സ്ത്രീയുടെ ഗർഭം ഉത്തമ വിശ്വാസപൂർവം ആ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയല്ലാതെ സ്വമേധയാ അലസിപ്പിക്കുന്ന ഏതൊരു വ്യക്തിയും സെക്ഷൻ 312 പ്രകാരം കുറ്റകരമായ ശിക്ഷയ്ക്ക് അർഹനാണ്. ഓക്കെ, അതായത് ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആണ്,
അവരുടെ ജീവന് എന്തെങ്കിലും അപകടം വരും എന്നുള്ള രീതിക്കാണ് ഗർഭം അലസിപ്പിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഒരു സ്ത്രീയുടെ ഗർഭം ഉത്തമ വിശ്വാസപൂർവ്വം അറിവോട് കൂടിയിട്ട് ആ സ്ത്രീയെ രക്ഷിക്കാനൊന്നുമല്ലാതെ ഗർഭം അലസിപ്പിക്കുകയാണെങ്കിൽ എന്താണ് അത് സെക്ഷൻ 312 പ്രകാരം ശിക്ഷാർഹമാണ്. എന്താണ് ശിക്ഷ എന്ന് പറയുന്നത്? സെക്ഷൻ 312 അനുസരിച്ച് കുറ്റം ചെയ്യുന്ന വ്യക്തിക്ക് 3 വർഷം തടവോ പിഴ ശിക്ഷയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് നൽകി ശിക്ഷിക്കപ്പെടാവുന്നതാണ്. 3 വർഷം തടവ്. ഇനി ഒരു സ്ത്രീ ചലിക്കുന്ന ഗർഭസ്ഥ ശിശുവോടുകൂടിയുള്ളവളാണെങ്കിൽ ഗർഭം അലസിപ്പിക്കുന്ന ഏതൊരു വ്യക്തിയും 7 വർഷത്തോളമാകുന്ന കാലത്തേക്ക് തടവ് ശിക്ഷയും. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ഉടനെ അത് അലസിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ 3 വർഷം തടവോ പിഴ ശിക്ഷയാണ്. പക്ഷേ കുഞ്ഞ് ഗർഭസ്ഥ അവസ്ഥയിൽ ശിശു ചലിക്കുന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞിനെ അലസിപ്പിക്കുന്ന ആളാണെങ്കിൽ 7 വർഷത്തോളം കാലമാണ് ശിക്ഷ അനുഭവിക്കേണ്ടത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് സെക്ഷൻ 313 ആണ്. സെക്ഷൻ 313 പറയുന്നത് എന്താണ്? കോസിങ് മിസ്കാരേജ് വിത്തൗട്ട് വുമൺസ് കൺസെൻറ്റ്. സ്ത്രീയുടെ സമ്മതം കൂടാതെ ഗർഭം അലസിപ്പിക്കുന്നത്. അപ്പോൾ ഇതും അതുതന്നെയാണ് സെക്ഷൻ 312 പോലെ. എന്താണ് വ്യത്യാസം? സെക്ഷൻ 313 പ്രകാരം സ്ത്രീ ചലിക്കുന്ന ഗർഭസ്ഥ ശിശുവോടുകൂടിയുള്ളവളാണെങ്കിലും അല്ലെങ്കിലും സ്ത്രീയുടെ സമ്മതം കൂടാതെ ഗർഭം അലസിപ്പിക്കുന്ന ഏതൊരു വ്യക്തിയും ജീവപര്യന്തം തടവ് ശിക്ഷയോ അല്ലെങ്കിൽ 10 വർഷമാകുന്ന കാലത്തേക്ക് രണ്ടിൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ട തടവ് ശിക്ഷ നൽകി ശിക്ഷിക്കപ്പെടുന്നതാണ്. അപ്പോൾ ആദ്യം 312 പറഞ്ഞത് ഒരു സ്ത്രീയുടെ സമ്മതം കൂടാതെ പ്രഗ്നൻ്റ് ആയ ഉടനെ തന്നെ ഗർഭം അലസിപ്പിക്കുകയാണെങ്കിൽ സ്ത്രീയുടെ ജീവനൊന്നും ഭയാനകം അല്ലാത്തൊരവസ്ഥയിലും അലസിപ്പിക്കുകയാണെങ്കിൽ അതിന് സെക്ഷൻ 312 പ്രകാരം 3 വർഷം ശിക്ഷ. ഇനി കുട്ടി ചലിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ 7 വർഷം ശിക്ഷ. ഇനി സെക്ഷൻ 313 എന്താണ് പറഞ്ഞത്? ഗർഭസ്ഥ ശിശു ചലിക്കുന്ന അവസ്ഥയിലാണെങ്കിലും അല്ലെങ്കിലും സ്ത്രീയുടെ സമ്മതം കൂടാതെ ഗർഭം അലസിപ്പിക്കുകയാണെങ്കിൽ 7 വർഷമോ 10 വർഷമോ ആണ് തടവ് കിട്ടുന്നത്. ഇനി അടുത്തത് സെക്ഷൻ 314 ആണ്. സെക്ഷൻ 314 പറയുന്നത് എന്താണ്? ഡെത്ത് കോസ്ഡ് ബൈ ആക്ട് ഡൺ വിത്ത് ഇൻറ്റൻറ്റ് ടു കോസ് മിസ്കാരേജ്. ഗർഭം അലസിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി കൃത്യം ചെയ്ത് മരണം സംഭവിപ്പിക്കുന്നത്. അതായത് ഗർഭം അലസിപ്പിക്കണം എന്ന് കരുതി എന്തോ ഒരു പ്രവൃത്തി ചെയ്യുന്നു, പക്ഷെ അതിലൂടെ ആ സ്ത്രീയുടെ മരണം സംഭവിക്കുകയാണെങ്കിൽ അതാണ് സെക്ഷൻ 314 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 312, 13, 14 എന്തിനു സംബന്ധിക്കുന്നതാണ്? ഗർഭം അബോർഷനെ കുറിച്ചാണ് അല്ലേ? ഗർഭം അലസിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ നോക്കുക, സെക്ഷൻ 314 പറയുന്നത് എന്താണ്? ഒരു സ്ത്രീയുടെ ഗർഭം അലസിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അങ്ങനെയുള്ള സ്ത്രീയുടെ മരണം സംഭവിപ്പിക്കാൻ ഇടയാകുന്ന കൃത്യം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും 10 വർഷം തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയ്ക്കും അർഹനാവുന്നതാണ്. ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി മൂലം ആ സ്ത്രീയുടെ മരണം സംഭവിക്കുന്നുവെങ്കിൽ 10 വർഷം തടവും അതുപോലെ തന്നെ പിഴയും നൽകേണ്ടതാണ്. ഇനി കൃത്യം സ്ത്രീയുടെ സമ്മതം കൂടാതെ ചെയ്യുകയാണെങ്കിൽ ജീവപര്യന്ത തടവ് ശിക്ഷയോ അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞ ശിക്ഷയോ നൽകി ശിക്ഷിക്കപ്പെടാവുന്നതാണ്. സ്ത്രീയുടെ സമ്മതത്തോടു കൂടി ഗർഭം അലസിപ്പിച്ച് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ 10 വർഷം തടവാണ്. ഇനി സ്ത്രീയുടെ സമ്മതം കൂടാതെയാണ് ഗർഭം അലസിപ്പിക്കുന്നതും മരണം സംഭവിക്കുന്നുമെങ്കിൽ എന്ത് സംഭവിക്കും? ജീവപര്യന്ത തടവ് ശിക്ഷയോ അല്ലെങ്കിൽ ഏതെങ്കിലും മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ശിക്ഷയോ നൽകി ശിക്ഷിക്കപ്പെടാവുന്നതാണ് എന്നാണ് പറയുന്നത്. ഇനി സെക്ഷൻ 319 വരുന്നത് ഇവിടെ ദേഹോപദ്രവം വരുന്ന ഭാഗമാണ്. സെക്ഷൻ 319 അതായത് ഹേർട്ട്, ദേഹോപദ്രവം. ഒരു വ്യക്തിക്ക് ശാരീരികമായ വേദനയോ രോഗമോ ദൗർബല്യമോ ഉളവാക്കുന്ന ഏതൊരു വ്യക്തിയും ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതായിട്ട് പറയപ്പെടുന്നു. ഒരു വ്യക്തിക്ക് ശാരീരികമായിട്ടുള്ള വേദനയോ അല്ലെങ്കിൽ ഒരു രോഗമോ ദൗർബല്യമോ ഉളവാക്കുന്ന എന്ത് പ്രവൃത്തിയാണെങ്കിലും അതെന്തിൽ വരും? ദേഹോപദ്രവം, ഹേർട്ടിൽ വരും. സെക്ഷൻ 319 പ്രകാരം ശിക്ഷാർഹനാണ്. ഇനി സെക്ഷൻ 320 പറയുന്ന എന്താണ്? കഠിനമായ ദേഹോപദ്രവം. ഗ്രീവസ് ഹേർട്ട് എന്താണ്? പുരുഷത്വമില്ലാതാക്കുന്നത്, അതുപോലെ കണ്ണുകളിൽ ഏതിൻ്റെയെങ്കിലും കാഴ്ച എന്നേക്കുമായി ഇല്ലാതാക്കൽ, ചെവികളിൽ ഏതിൻ്റെയെങ്കിലും ശ്രവണശക്തി എന്നേക്കുമായി ഇല്ലാതാക്കൽ, ഏതെങ്കിലും അവയവമോ സന്ധിയോ ഇല്ലാതാക്കൽ, തലയോ മുഖമോ എന്നേക്കുമായി വിരൂപമാക്കൽ, എല്ലിനും പല്ലിനും സ്ഥാനം തെറ്റലോ ഒടിവോ വരുത്തൽ,
ജീവന് അപകടമുളവാക്കുന്നതോ അല്ലെങ്കിൽ ഉപദ്രവം ഏറ്റവൻ 20 ദിവസം തീവ്രമായ ശാരീരിക വേദന അനുഭവിക്കുകയോ അയാൾക്ക് തൻ്റെ സാധാരണ ജോലികൾ ചെയ്യുവാൻ കഴിവില്ലാതാക്കുകയോ ചെയ്യുന്നത് സെക്ഷൻ 320 പ്രകാരം കഠിന ദേഹോപദ്രവത്തിൽ വരുന്നതാണ്. നേരത്തെ പറഞ്ഞത് സെക്ഷൻ 319 പറഞ്ഞത് എന്താണ്? ദേഹോപദ്രവം, ഒരാൾക്ക് ശാരീരികമായിട്ടുള്ള വേദനയോ അല്ലെങ്കിൽ രോഗമോ ദൗർബല്യമോ ചെയ്യിക്കുന്ന ഏതാണെങ്കിലും അത് ദേഹോപദ്രവം സെക്ഷൻ 319 ആണ്. സെക്ഷൻ 320 പറയുന്നത് എന്താണ്? കഠിനമായിട്ടുള്ള ദേഹോദ്രം, ഒരാൾക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പുരുഷത്വം ഇല്ലാതാക്കുന്നത്, കണ്ണുകളിലെ ഒന്നിൻ്റെ കാഴ്ച നഷ്ടപ്പെടുക, ചെവികളിൽ ഒന്നിൻ്റെ കേൾവി നഷ്ടപ്പെടുക, ഓക്കെ, അതുപോലെ തന്നെ കണ്ണ് കാണാതെ ആക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും അവയവം ഇല്ലാതാക്കുക, കൈ വെട്ടിക്കളയുക, കാല് വെട്ടിക്കളയുക, അങ്ങനെ തലയോ മുഖമോ അല്ലെങ്കിൽ ആസിഡൊക്കെ ഒഴിച്ച് വിരൂപമാക്കുക, എല്ലിനും പല്ലിനും ഒക്കെ സ്ഥാനം തെറ്റിൽ ഒടിവൊക്കെ വരിക, ഇങ്ങനെയുള്ള കഠിനമായിട്ടുള്ള ദേഹോപദ്രവങ്ങൾ വരുന്നതാണ് സെക്ഷൻ 320 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സെക്ഷൻ 321 ആണ്. സെക്ഷൻ 321 പറയുന്നത് സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത്. ഓക്കെ, വോളണ്ടറിലി കോസിങ് ഹേർട്ടാണ് വരുന്നത്. സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത്, അതായത് ഏതെങ്കിലും കൃത്യം ചെയ്യുന്നത് വഴി ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയോ ഏൽപ്പിക്കുവാൻ ഇടയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടോ ആ കൃത്യം ചെയ്യുകയും അതുവഴി ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയും സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതായിട്ട് പറയുന്നു. അപ്പോൾ സ്വമേധയാ ദേഹോപദ്രവം എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? ഒരു കൃത്യം ചെയ്യുന്നതിലൂടെ ഒരാൾക്ക് ദേഹോപദ്രവം ഉണ്ടാവണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്യുക, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദേഹോപദ്രവം ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത്. ഓക്കെ, വോളണ്ടറിലി കോസിങ് ഹേർട്ട് സെക്ഷൻ 321 ആണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സെക്ഷൻ 322 പറയുന്നത് എന്താണ്? സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത്. ഓക്കെ, അപ്പം 319 പറയുന്നത് ദേഹോപദ്രവം, സെക്ഷൻ 320 പറയുന്നത് കഠിനമായ ദേഹോപദ്രവം. ദെൻ 21 പറഞ്ഞ എന്താണ്? സ്വമേധയാ ദേഹോപദ്രവം ചെയ്യുന്നു. ദെൻ 322 പറയുന്നത് സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത്. ഓക്കെ, അതായത് സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഏതൊരു വ്യക്തിയും താൻ ഏൽപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നതോ ഏൽപ്പിക്കുവാൻ ഇടയുണ്ടെന്ന് അറിയുന്നതോ ആയിട്ടുള്ള ദേഹോപദ്രവം കഠിനമായിട്ടുള്ള ദേഹോപദ്രവം എന്ന് വെച്ചാൽ എന്താണ്? കഠിനമായിട്ടുള്ള ദേഹോപദ്രവങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ? കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തുക, ചെവിയുടെ കേൾവി നഷ്ടപ്പെടുത്തുക, അവയവങ്ങൾ വെട്ടിമാറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെയാണ് കഠിനമായിട്ടുള്ള ദേഹോപദ്രവത്തിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ അതിനെയാണ് സെക്ഷൻ 322 വരുന്നത്. ഓക്കെ, സ്വമേധയ കഠിന ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അതുമായി ഇനി സെക്ഷൻ 323 എന്താണ്? സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 323 പറയുന്നത്. എന്താണ്? സെക്ഷൻ 334 പ്രകാരമുള്ള കേസ് ഒഴികെ സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഏതൊരു വ്യക്തിയും സെക്ഷൻ 323 പ്രകാരം 1 വർഷത്തെ തടവോ 1000 രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് നൽകി ശിക്ഷിക്കപ്പെടാവുന്നതാണ്. ഓക്കെ, സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ആള് എന്ത് ചെയ്യണം? ഏതൊരു വ്യക്തിയും 323 പ്രകാരം 1 വർഷം തടവും 1000 രൂപ പിഴയുമാണ്, അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് നൽകണം എന്നുള്ളതാണ് സെക്ഷൻ 323 പറയുന്നത്. ഓക്കെ, ഇനി സെക്ഷൻ 324 പറയുന്നത് അപായകരമായ ആയുധങ്ങളാലോ മറ്റ് മാർഗങ്ങളിലൂടെയോ സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത്. വോളണ്ടറിലി കോസിങ് ഹേർട്ട് ബൈ ഡേഞ്ചറസ് വെപ്പൺസ് ഓർ മെൻസ്. ഓക്കെ, നോക്കുക, അതായത് ആക്രമണത്തിനുള്ള ആയുധമായി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഉപകരണം മൂലമോ മരണം സംഭവിക്കാനിടയുള്ള ഏതെങ്കിലും ഉപകരണം മൂലമോ തീ കൊണ്ടോ ചൂട് പിടിപ്പിച്ച ഏതെങ്കിലും പദാർത്ഥം കൊണ്ടോ വിഷം കൊണ്ടോ ഏതെങ്കിലും ക്ഷാരപദാർത്ഥം കൊണ്ടോ സ്ഫോടക പദാർത്ഥം കൊണ്ടോ ശ്വസിക്കുകയോ വിഴുങ്ങുകയോ രക്തത്തിൽ കലർത്തുകയോ ചെയ്യുന്നതും മനുഷ്യ ശരീരത്തിന് ഹാനികരമായ ഏതെങ്കിലും പദാർത്ഥം കൊണ്ടോ ഏതെങ്കിലും ജന്തുവിനെ കൊണ്ടോ സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതും സെക്ഷൻ 324 പ്രകാരം കുറ്റകരമായ ശിക്ഷയാണ്. ഓക്കെ, അപ്പം എന്താണ് പറയുന്നത്? സെക്ഷൻ 324 അതായത് ഏതെങ്കിലും ഉപകരണം മൂലം അപകടപ്പെടുത്തുക, അല്ലെങ്കിൽ തീ ഉപയോഗിച്ചിട്ട് പൊള്ളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷം ഉപയോഗിക്കുക,
അല്ലെങ്കിൽ എന്താണ് വല്ല സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പദാർത്ഥം ശ്വസിക്കാനായിട്ട് കൊടുക്കുക, വിഴുങ്ങാനായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ രക്തത്തിൽ എന്തെങ്കിലും കലർത്തുക, ഇഞ്ചക്ട് ചെയ്ത് കലർത്തുക, അങ്ങനെ ഏതെങ്കിലും അല്ലെങ്കിൽ ജന്തുവിനെ കൊണ്ട് ദേഹോപദ്രവം ഏൽപ്പിക്കുക, ഇതെല്ലാം എന്താണ് സെക്ഷൻ 324 പ്രകാരം കുറ്റകരമായിട്ടുള്ള ശിക്ഷയാണ്. അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം തടവോ പിഴ ശിക്ഷയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് ശിക്ഷിക്കപ്പെടാവുന്നതാണ്. ഓക്കെ, അടുത്തത് സെക്ഷൻ 325 ആണ്. സെക്ഷൻ 325 പറയുന്നത് സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനുള്ള ശിക്ഷ. ഓക്കെ, പണിഷ്മെന്റ് ഫോർ വോളണ്ടറിലി കോസിങ് ഗ്രീവിയസ് ഹേർട്ട്. എന്താണ്, നമ്മൾ ഇത്രയും നേരം കഠിനമായിട്ടുള്ള ദേഹോപദ്രവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുള്ള ശിക്ഷയാണ് പറയുന്നത് 7 വർഷത്തെ തടവ് ശിക്ഷയും പിഴ ശിക്ഷയും ലഭിക്കാവുന്നതാണ്. ഓക്കെ, സെക്ഷൻ 325 പറയുന്നത് സ്വമേധയാ കഠിനമായിട്ടുള്ള ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനുള്ള ശിക്ഷയാണ് പറയുന്നത് 7 വർഷത്തെ തടവ് ശിക്ഷയും പിഴ ശിക്ഷയും ലഭിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് സെക്ഷൻ 326 ആണ്. സെക്ഷൻ 326 പറയുന്നത് മാരകമായ ആയുധങ്ങളാലോ മറ്റ് മാർഗങ്ങളിലൂടെയോ സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കൽ. ഓക്കെ, അതായത് ആക്രമണത്തിനുള്ള ആയുധമായി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഉപകരണം മൂലമോ മരണം സംഭവിക്കാനിടയുള്ള ഏതെങ്കിലും ഉപകരണം മൂലമോ തീ കൊണ്ടോ ചൂടുപിടിപ്പിച്ച ഏതെങ്കിലും ഒരു പദാർത്ഥം കൊണ്ടോ ഏതെങ്കിലും വിഷം കൊണ്ടോ ക്ഷാരപദാർത്ഥം കൊണ്ടോ സ്ഫോടക പദാർത്ഥം കൊണ്ടോ ശ്വസിക്കുകയോ വിഴുങ്ങുകയോ രക്തത്തിൽ കലർത്തുകയോ ചെയ്യുന്നതും മനുഷ്യ ശരീരത്തിന് ഹാനികരമായ ഏതെങ്കിലും പദാർത്ഥം കൊണ്ടോ ഏതെങ്കിലും ജന്തുവിനെ കൊണ്ടോ സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതും സെക്ഷൻ 324 പ്രകാരം കുറ്റകരമാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സെക്ഷൻ 324 പറഞ്ഞില്ലേ, അതേ കാര്യങ്ങൾ തന്നെ അത് സ്വമേധയാ അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് സെക്ഷൻ 326 വരുന്നതാണ്. നമ്മൾ പറഞ്ഞല്ലേ, ആയുധം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ തീ ഉപയോഗിച്ച് പൊള്ളിക്കുകയോ വിഷം അകത്തോട്ട് ചെല്ലുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ശ്വസിക്കാനായിട്ട് വിഷവസ്തുക്കൾ ശ്വസിക്കാൻ കൊടുക്കുക, വിഴുങ്ങാൻ കൊടുക്കുക, ശരീരത്തിൽ രക്തത്തിൽ കലർത്തുക, ഇതെല്ലാം സ്വമേധയാ ചെയ്യുന്നതാണെങ്കിൽ അത് സെക്ഷൻ 326 പ്രകാരം കുറ്റാർഹമാണ്. അതിനുള്ള ശിക്ഷ എന്താണ്? ജീവപര്യന്തമോ അല്ലെങ്കിൽ 10 വർഷം തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയും നൽകി ശിക്ഷിക്കപ്പെടാവുന്നതാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സെക്ഷൻ 326. ഇനി സെക്ഷൻ 326A ഉണ്ട്. സെക്ഷൻ 326A പറയുന്നത് എന്താണ്? ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കൽ. ഓക്കെ, വോളണ്ടറിലി കോസിങ് ഗ്രീവിയസ് ഹേർട്ട് ബൈ യൂസ് ഓഫ് ആസിഡ്. അതായത് ആസിഡ് എറിഞ്ഞുകൊണ്ടോ, അപ്പോൾ 326A എന്ന് പറയുന്നത് ആസിഡ് അല്ലേ, ആസിഡ് 326A. നേരത്തെ ഒരെണ്ണം പഠിച്ചല്ലോ, അശ്രദ്ധ മൂലം 304A അശ്രദ്ധ മൂലം. 326A എന്താണ്? ആസിഡ് എറിഞ്ഞുകൊണ്ടോ പ്രയോഗിച്ചുകൊണ്ടോ ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾക്ക് സ്ഥിരമോ ഭാഗികമോ ആയ ഹാനിയോ വൈരൂപ്യമോ പൊള്ളലോ വ്രണമോ വൈകല്യമോ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മുറിവോ ദേഹോപദ്രവമോ ഏൽപ്പിക്കാൻ ഇടയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് മറ്റേതെങ്കിലും രീതി പ്രയോഗിച്ചുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തിക്ക് നേരെ ആസിഡ് എറിയുകയോ പ്രയോഗിക്കുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും കുറ്റകരമായ ശിക്ഷയ്ക്ക് അർഹനാണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 326A പറയുന്നത് എന്താണ്? ആസിഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള എന്താണ് കുറ്റമാണ്. അപ്പോൾ അത് 10 വർഷത്തിൽ കുറയാത്ത ജീവപര്യന്തം വരെയാകുന്നത് വരെയുള്ള തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കാവുന്നതാണ്. ഓക്കെ, 10 വർഷം തടവും പിഴ ശിക്ഷയുമാണ് ആസിഡ് ഉപയോഗിച്ചിട്ടുള്ള ഉപദ്രവത്തിന് ഉള്ള ശിക്ഷ. ഓക്കെ, സെക്ഷൻ 326A ആണ്. ഓക്കെ, ഇനി അടുത്തത് സെക്ഷൻ 326B എന്താണ് പറയുന്നത്? സ്വമേധയാ ആസിഡ് വലിച്ചെറിയുകയോ വലിച്ചെറിയാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതാണ് എന്ത് 326B എന്ന് പറയുന്നത്. അതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അതും കുറ്റമാണ്. ഓക്കെ, ആസിഡ് എറിയാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലിച്ചെറിയാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതും എന്താണ്? കുറ്റകരമാണ്. സെക്ഷൻ 326B ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തിക്ക് സ്ഥിരമോ ഭാഗികമോ ആയിട്ടുള്ള വൈരൂപ്യമോ പൊള്ളലോ വ്രണമോ വൈകല്യമോ കഠിന ദേഹോപദ്രവമോ ഏൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ആ വ്യക്തിയുടെ മേൽ ആസിഡ് വലിച്ചെറിയാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് എന്താണ്? കുറ്റകരമായിട്ടുള്ള ശിക്ഷയാണ്. അപ്പോൾ ഇവിടെ എന്താണ് ശിക്ഷ? 5 വർഷത്തിൽ കുറയാത്തതും അല്ലെങ്കിൽ 7 വർഷത്തോളമാകുന്നതുമായിട്ടുള്ള തടവ് ശിക്ഷയ്ക്കും കൂടാതെ പിഴ ശിക്ഷയ്ക്കും അർഹനാണ്. അപ്പോൾ ആസിഡ് ഒഴിക്കാനായിട്ട് ശ്രമിക്കുന്നത് കുറ്റകരമായിട്ടുള്ളത് സെക്ഷൻ 326B ആണ്.
ഒഴിച്ചു കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അത് ഒഴിച്ചു കഴിഞ്ഞാലുള്ള ശിക്ഷ ലഭിക്കുന്നത് സെക്ഷൻ 326A ആണ്. 10 വർഷം തടവാണ് ലഭിക്കുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക. അടുത്തത് സെക്ഷൻ 336 ആണ്. സെക്ഷൻ 336 പറയുന്നത് ആക്ട് എൻഡാഞ്ചറിങ് ലൈഫ് ഓർ പേഴ്സണൽ സേഫ്റ്റി ഓഫ് അതേഴ്സ്. ജീവനും മറ്റുള്ളവരുടെ വ്യക്തിപരമായ സുരക്ഷയ്ക്കും അപകടമുളവാക്കുന്ന കൃത്യം. ജീവനും മറ്റുള്ളവരുടെ വ്യക്തിപരമായ സുരക്ഷയ്ക്കും അപകടമുളവാക്കുന്ന കൃത്യം. അതായത് മനുഷ്യജീവനോ മറ്റുള്ളവരുടെ വ്യക്തിപരമായിട്ടുള്ള സുരക്ഷയ്ക്കോ ഉളവാകത്തക്ക വിധം സാഹസികമായോ ഉപേക്ഷാപൂർവമായോ കൃത്യം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും കുറ്റകരമായ ശിക്ഷയ്ക്ക് അർഹനാണ്. ഓക്കെ, അപ്പോൾ ഒരാളുടെ ജീവന് അല്ലെങ്കിൽ സുരക്ഷയ്ക്കോ അപകടം ഉളവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും, നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷ വിചാരിച്ച് ചെയ്യുന്ന ഏതൊരു കാര്യമാണെങ്കിലും സെക്ഷൻ 336 പ്രകാരം ശിക്ഷ ഉള്ളതാണ്. ശിക്ഷ എത്രയാണ്? 3 മാസം തടവ് ശിക്ഷയോ 250 രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് നൽകുന്നു. ഓക്കെ, അടുത്തത് സെക്ഷൻ 337 ആണ്. ജീവനും മറ്റുള്ളവരുടെ വ്യക്തിപരമായ സുരക്ഷയ്ക്കും അപകടമുളവാക്കുക വഴി ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത്. ഓക്കെ, ജീവനും മറ്റുള്ളവരുടെ വ്യക്തിപരമായ സുരക്ഷയ്ക്കും അപകടമുളവാക്കുന്നത് വഴി ഉണ്ടാവുന്നത് അതിനെന്താണ് ശിക്ഷ? 6 മാസം തടവ് അല്ലെങ്കിൽ 500 രൂപ പിഴ. ഓക്കെ, 6 മാസം തടവ് ശിക്ഷയോ 500 രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് നൽകി ശിക്ഷിക്കപ്പെടാവുന്നതാണ്. ഓക്കെ, ജീവനും മറ്റുള്ളവരുടെ വ്യക്തിപരമായിട്ടുള്ള സുരക്ഷയ്ക്കും അപകടം ഉളവാക്കുക വഴി ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതാണ് സെക്ഷൻ 337. ഓക്കെ, അടുത്തത് സെക്ഷൻ 338 പറയുന്നത് കോസിംഗ് ഗ്രീവിയസ് ഹേർട്ട് ബൈ ആക്ട് എൻഡാഞ്ചറിങ് ലൈഫ് ഓർ പേഴ്സണൽ സേഫ്റ്റി ഓഫ് അതേഴ്സ്. ജീവനോ മറ്റുള്ളവരുടെ വ്യക്തിപരമായ സുരക്ഷയ്ക്കോ അപായമുളവാക്കുന്ന കൃത്യത്താൽ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ് അവിടെ ദേഹോപദ്രവം എന്നുള്ളത്. ഇവിടെ കഠിനമായ ദേഹോപദ്രവം, കഠിനമായിട്ടുള്ള ദേഹോപദ്രവം എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിലൂടെ ജീവനോ മറ്റുള്ളവരുടെ വ്യക്തിപരമായിട്ടുള്ള സുരക്ഷയ്ക്കോ അപായമുളവാക്കുന്ന കൃത്യങ്ങളാണ് സെക്ഷൻ 338 പ്രകാരം ശിക്ഷ എന്ന് പറയുന്നത്. 2 വർഷത്തെ തടവ് ശിക്ഷയോ 1000 രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് നൽകി ശിക്ഷിക്കപ്പെടാവുന്നതാണ്. ഓക്കെ, അടുത്തത് സെക്ഷൻ 338 കഴിഞ്ഞാൽ സെക്ഷൻ 339 അന്യായമായ തടസ്സപ്പെടുത്തൽ. ഓക്കെ, റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ്. അന്യായമായ തടസ്സപ്പെടുത്തൽ ഒരു വ്യക്തിയെ അയാൾക്ക് പോകുവാൻ അവകാശമുള്ള ഏതെങ്കിലും ദിക്കിലേക്ക് പോകുന്നതിൽ നിന്നും തടയത്തക്ക വിധം സ്വമേധയാ തടസ്സമുണ്ടാക്കുന്ന ഏതൊരു വ്യക്തിയും അന്യായമായി തടസ്സപ്പെടുത്തുന്നതായി പറയുന്നു. അപ്പോൾ സെക്ഷൻ 339 പ്രകാരം ഒരാൾ എങ്ങോട്ടെങ്കിലും പോകാനായിട്ട് നിൽക്കുമ്പോൾ അതിനെ തടയത്തക്ക വിധം സ്വമേധയാ ഒരു തടസ്സമുണ്ടാക്കുകയാണെങ്കിൽ സെക്ഷൻ 339 പ്രകാരം അത് കുറ്റകരമാണ്. അടുത്തത് സെക്ഷൻ 340 പറയുന്നത് അന്യായമായ തടഞ്ഞുവെക്കൽ, റോങ്ഫുൾ കൺഫൈൻമെൻറ്റ്. ഓക്കെ, അന്യായമായ തടഞ്ഞുവെക്കൽ ഒരു വ്യക്തിയെ ഒരു നിശ്ചിത പരിധി വലയത്തിനു പുറത്ത് പോകുന്നതിൽ നിന്നും തടയത്തക്ക രീതിയിൽ തടസ്സം സൃഷ്ടിക്കുന്ന ഏതൊരു വ്യക്തിയും അന്യായമായി തടഞ്ഞു വെക്കുന്നതായിട്ട് പറയപ്പെടുന്നു. ഓക്കെ, സെക്ഷൻ 340 പ്രകാരം എങ്ങോട്ടെങ്കിലും പോകണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ റൂമിനകത്തൊക്കെ ഇട്ട് പൂട്ടി വെക്കുക അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്യായമായ തടഞ്ഞു വെക്കൽ എന്ന് പറയുന്നതിൽ വരുന്നതാണ് സെക്ഷൻ 340. ഇനി സെക്ഷൻ 341 പറയുന്നത് അന്യായമായ തടസ്സപ്പെടുത്തലിനുള്ള ശിക്ഷയാണ്. പണിഷ്മെൻറ്റ് ഫോർ റോങ്ഫുൾ റിസ്ട്രെയിൻ്റ് ആണ് അന്യായമായ തടസ്സപ്പെടുത്തലിനുള്ള ശിക്ഷ. അതായത് 1 മാസത്തെ തടവ് ശിക്ഷയോ 500 രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ നൽകുന്നു. ഓക്കെ, എവിടേക്കെങ്കിലും പോകുന്നത് തടഞ്ഞു വയ്ക്കുന്നത്, ഓക്കെ, തടസ്സപ്പെടുത്തുന്നതിനുള്ള ശിക്ഷയാണ്. 1 മാസത്തെ തടവ് ശിക്ഷയോ 500 രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് നൽകുന്നുണ്ട്. ഇനി സെക്ഷൻ 342 പറയുന്നത് അന്യായമായ തടഞ്ഞുവെക്കലിനുള്ള ശിക്ഷ. അന്യായമായി തടസ്സപ്പെടുത്തുന്നതിനാണ് പറഞ്ഞത് സെക്ഷൻ 341 പറഞ്ഞത്, തടസ്സപ്പെടുത്തുന്നത്. അന്യായമായി തടഞ്ഞു വെക്കുന്നതിനുള്ള ശിക്ഷയാണ് സെക്ഷൻ 342 പറയുന്നത്. 1 വർഷത്തെ തടവോ 1000 രൂപ പിഴയോ ആണ് ലഭിക്കുന്നത്. ഓക്കെ, അടുത്തത് സെക്ഷൻ 359. സെക്ഷൻ 359 എന്ന് പറയുന്നത് ആൾമോഷണമാണ്, കിഡ്നാപ്പിംഗ്. ആൾമോഷണം 2 വിധത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഇന്ത്യയിൽ നിന്നുമുള്ള ആൾമോഷണമുണ്ട്, നിയമപരമായ രക്ഷാകർതൃത്വത്തിൽ നിന്നുള്ള ആൾമോഷണമുണ്ട്. ഓക്കെ,
അപ്പോൾ ആൾമോഷണം വരുന്നത് എവിടെയാണ്? സെക്ഷൻ 359 സെക്ഷൻ 359. ഇനി സെക്ഷൻ 360 പറയുന്നത് ഇന്ത്യയിൽ നിന്നുമുള്ള ആൾമോഷണം, കിഡ്നാപ്പിംഗ് ഫ്രം ഇന്ത്യ. ഒരു വ്യക്തിയെ അയാളുടെ സമ്മതം കൂടാതെയോ അയാളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തിയുടെ സമ്മതം കൂടാതെയോ ഇന്ത്യയുടെ അതിർത്തികൾക്ക് പുറത്തു കൊണ്ടുപോകുന്ന ഏതൊരു വ്യക്തിയും അയാളെ ഇന്ത്യയിൽ നിന്ന് ആൾമോഷണം ചെയ്യുന്നതായിട്ട് പറയപ്പെടുന്നു. ഓക്കെ, ഒരാളുടെ സമ്മതം കൂടാതെ അല്ലെങ്കിൽ അയാളെ സംരക്ഷിക്കുന്ന ആളുടെ സമ്മതം കൂടാതെ ഒരു വ്യക്തിയെ ഇന്ത്യക്ക് പുറത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ആൾമോഷണം ചെയ്യുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അതാണ് സെക്ഷൻ 360 പറയുന്നത്. ഇനി സെക്ഷൻ 361 പറയുന്നത് എന്താണ്? നിയമപരമായ രക്ഷാകർതൃത്വത്തിൽ നിന്നുള്ള ആൾമോഷണം. അതായത് ആൺകുട്ടിയാണെങ്കിൽ 16 വയസ്സിന് താഴെയും പെൺകുട്ടിയാണെങ്കിൽ 18 വയസ്സിന് താഴെയും പ്രായമുള്ള ഏതൊരു മൈനറിൻ്റെയോ അല്ലെങ്കിൽ ചിത്തഭ്രമമുള്ള ഏതൊരു വ്യക്തിയെയോ അവരുടെ നിയമാനുസൃതമായിട്ടുള്ള രക്ഷകർത്താവിൻ്റെ പക്കൽ നിന്നും രക്ഷകർത്താവിൻ്റെ സമ്മതം കൂടാതെ കൂട്ടിക്കൊണ്ടുപോവുകയും വശീകരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയും നിയമപരമായ രക്ഷാകർതൃത്വത്തിൽ നിന്നുള്ള ആൾമോഷണം ചെയ്യുന്നതായിട്ട് പറയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ എത്ര വയസ്സാണ്? 16 വയസ്സിന് താഴെയും പെൺകുട്ടിയാണെങ്കിൽ 18 വയസ്സിന് താഴെയും പ്രായമുള്ള ഏതൊരു കുട്ടി. ഓക്കെ, അതുപോലെ തന്നെ ചിത്തഭ്രമമുള്ള ഏതൊരു വ്യക്തിയും അവരുടെ നിയമാനുസൃതമായിട്ട് അവരെ ആരാണോ രക്ഷകർത്താക്കൾ അവരുടെ സമ്മതം കൂടാതെ തട്ടിക്കൊണ്ടുപോവുക, വശീകരിച്ചു കൊണ്ടുപോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് സെക്ഷൻ 361, നിയമപരമായ രക്ഷാകർതൃത്വത്തിൽ നിന്നുള്ള ആൾമോഷണം, കിഡ്നാപ്പിംഗ് ഫ്രം ലോഫുൾ ഗാർഡിയൻഷിപ്പ്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് 361 കഴിഞ്ഞാൽ സെക്ഷൻ 362 362 പറയുന്നത് ആളപഹരണമാണ്. ഓക്കെ, അബ്ഡക്ഷൻ, ആളപഹരണം. ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് പോകുന്നതിന് നിർബന്ധിക്കുകയോ ബലം പ്രയോഗിക്കുകയോ കബളിപ്പിക്കുന്ന ഏതെങ്കിലും മാർഗം ഉപയോഗിക്കുകയോ ചെയ്യുന്ന ഏതൊരാളും ആളപഹരണം നടത്തുന്നതായിട്ട് പറയപ്പെടുന്നു. സെക്ഷൻ 362 പറയുന്ന ഇതാണ്. എന്താണ് ആളപഹരണം? ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് പോകാനായിട്ട് നിർബന്ധിക്കുക, ബലം പ്രയോഗിക്കുക, കബളിപ്പിക്കുക, ഏത് മാർഗം ഉപയോഗിച്ചു കഴിഞ്ഞാലും സെക്ഷൻ 362 പ്രകാരം ശിക്ഷാർഹമാണ്. അടുത്തത് സെക്ഷൻ 363 പറയുന്നത് ആൾമോഷണത്തിനുള്ള ശിക്ഷ, പണിഷ്മെൻറ്റ് ഫോർ കിഡ്നാപ്പിംഗ്. ഒരു വ്യക്തിയെ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ നിയമാനുസൃത രക്ഷകർത്താത്തിൽ നിന്നോ ആൾമോഷണം നടത്തുന്നു എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അത് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും കുറ്റകരമായ ശിക്ഷയ്ക്ക് അർഹനാണ്. അവർക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് 7 വർഷം തടവ് ശിക്ഷയും പിഴ ശിക്ഷയും ലഭിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആൾമോഷണത്തിനുള്ള ശിക്ഷ എന്താണ്? സെക്ഷൻ 363 7 വർഷം തടവ് ശിക്ഷയും പിഴ ശിക്ഷയും ലഭിക്കുന്നു. ഇനി സെക്ഷൻ 370 പറയുന്നത് വ്യക്തിയെ വ്യാപാരം ചെയ്യലാണ്. വ്യക്തിയെ വ്യാപാരം ചെയ്യൽ, ട്രാഫിക്കിംഗ് ഓഫ് പേഴ്സൺ. ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ വ്യക്തികളെയോ ഭീഷണിപ്പെടുത്തുകയോ ബലാത്കാരമായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബലപ്രയോഗത്തിലൂടെ തട്ടിക്കൊണ്ടുപോകലിലൂടെയോ ചതിപ്രയോഗത്തിലൂടെയോ വഞ്ചനയിലൂടെയോ അധികാര ദുർവിനിയോഗത്തിലൂടെയോ റിക്രൂട്ട് ചെയ്യുകയോ പാർപ്പിക്കുകയോ കൈമാറ്റം ചെയ്യുകയോ സ്വീകരിക്കുകയോ ചെയ്തയാൾ മനുഷ്യ കച്ചവട കുറ്റം ചെയ്യുന്നതാണ്. അപ്പോൾ സെക്ഷൻ 370 പറയുന്നത് എന്താണ്? വ്യക്തിയെ വ്യാപാരം ചെയ്യൽ, ട്രാഫിക്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെയോ ഭീഷണിപ്പെടുത്തുക, ബലാത്കാരമായിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ബലപ്രയോഗത്തിലൂടെയോ തട്ടിക്കൊണ്ടുപോവുക, ചതിപ്രയോഗത്തിലൂടെയോ വഞ്ചനയിലൂടെയോ അധികാര ദുർവിനിയോഗത്തിലൂടെയോ റിക്രൂട്ട് ചെയ്യുകയോ പാർപ്പിക്കുകയോ കൈമാറ്റം ചെയ്യുകയോ സ്വീകരിക്കുകയോ ചെയ്താൽ എന്താണ്? അയാൾ മനുഷ്യ കച്ചവട കുറ്റം ചെയ്യുന്നതാണ്. അയാൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് 7 വർഷത്തിൽ കുറയാത്തതും 10 വർഷം വരെയാകുന്നതുമായിട്ടുള്ള തടവ് ശിക്ഷയും കൂടാതെ പിഴയും ലഭിക്കുന്നതാണ്. കുറ്റകൃത്യത്തിൽ ഒന്നിലധികം വ്യക്തികളെ വ്യാപാരം ചെയ്തിട്ടുണ്ടെങ്കിൽ 10 വർഷത്തിൽ കുറയാത്ത ജീവപര്യന്തം വരെ ഉള്ള ശിക്ഷയാണ് ലഭിക്കുന്നത്. ഓക്കെ, അടുത്തത് നോക്കുക. സെക്ഷൻ 370A ആണ്. സെക്ഷൻ 370A പറയുന്നത് വ്യാപാരം ചെയ്യപ്പെട്ട വ്യക്തിയെ ചൂഷണം ചെയ്യൽ. വ്യാപാരം ചെയ്തു കഴിഞ്ഞാൽ ട്രാഫിക്കിങ്ങിനാണെങ്കിൽ സെക്ഷൻ 370 പറഞ്ഞു. സെക്ഷൻ 370A പറയുന്നത് എന്താണ്? വ്യാപാരം ചെയ്യപ്പെട്ട വ്യക്തിയെ ചൂഷണം ചെയ്യൽ, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ട്രാഫിക് പേഴ്സൺ.
വ്യാപാരം ചെയ്യപ്പെട്ട വ്യക്തിയെയോ അല്ലെങ്കിൽ മൈനറെയോ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുന്ന ഏതൊരാളും കുറ്റകരമായിട്ടുള്ള ശിക്ഷയ്ക്ക് അർഹനാണ്. ഓക്കെ, വ്യാപാരം ചെയ്യപ്പെട്ട വ്യക്തിയോ അല്ലെങ്കിൽ മൈനറെയോ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുന്ന ഏതൊരാളും കുറ്റത്തിന് ശിക്ഷാർഹനാണ്. എന്താണ് ശിക്ഷ? വ്യാപാരം ചെയ്യപ്പെട്ട വ്യക്തിയെ ചൂഷണം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെയാവുന്ന കഠിന തടവാണ് ലഭിക്കുന്നത്. വ്യാപാരം ചെയ്യപ്പെട്ട കുട്ടിയെ ചൂഷണം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും 5 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെയുള്ളതും. ഓക്കെ, വ്യാപാരം ചെയ്യപ്പെട്ട വ്യക്തിയെ ചൂഷണം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും 3 വർഷത്തിൽ കുറയാത്തതാണ്. വ്യാപാരം ചെയ്യപ്പെട്ട കുട്ടിയെ ചൂഷണം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും 5 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ഉള്ള പിഴയുമാണ് അനുഭവിക്കേണ്ടത്. ഓക്കെ, അടുത്തത് സെക്ഷൻ 375 പറയുന്നത് റേപ്പിനെ കുറിച്ചാണ്. ബലാത്സംഗത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 375 ആണ്. ഇനി സെക്ഷൻ 376 പറയുന്നത് ബലാത്സംഗ കുറ്റത്തിനുള്ള ശിക്ഷയാണ്, പണിഷ്മെന്റ് ഫോർ റേപ്പ്. റേപ്പിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 375. 376 പറയുന്നത് പണിഷ്മെന്റ് ഫോർ റേപ്പ് ആണ്. ബലാത്സംഗം നടത്തുന്ന ഏതൊരാളും 7 വർഷത്തിൽ കുറയാത്തതും അല്ലെങ്കിൽ ജീവപര്യന്തം വരെയാകുന്ന കഠിന തടവ് നൽകി ശിക്ഷിക്കപ്പെടുന്നതും കൂടാതെ പിഴ ശിക്ഷയ്ക്കും അർഹനാവുന്നതാണ്. സെക്ഷൻ 376 ആണ് പറയുന്നത്. ഓക്കെ, അടുത്തത് സെക്ഷൻ 376A എന്ന് പറയുന്നത് കുറ്റകൃത്യത്തിനെതിരായ സ്ത്രീക്ക് മരണം സംഭവിപ്പിക്കുകയോ ജീവച്ഛവമാക്കി മാറ്റുകയോ ചെയ്യാവുന്നതിനുള്ള ശിക്ഷ. ഓക്കെ, 376A എന്താണ്? കുറ്റകൃത്യത്തിനിരയായ സ്ത്രീക്ക് മരണം സംഭവിപ്പിക്കുകയോ ജീവച്ഛവമാക്കി മാറ്റുകയോ ചെയ്താലുള്ള ശിക്ഷയാണ് സെക്ഷൻ 376A പറയുന്നത്. അവിടെ 20 വർഷത്തിൽ കുറയാത്തതും അയാളുടെ ശേഷിക്കുന്ന ജീവിതകാലം വരെയാവുന്ന കഠിന തടവിനോ അല്ലെങ്കിൽ മരണശിക്ഷയ്ക്കോ അർഹനാവുന്നതാണ്. ഓക്കെ, അപ്പോൾ റേപ്പിന് ഇരയായിട്ടുള്ള സ്ത്രീയുടെ മരണം സംഭവിക്കുക അല്ലെങ്കിൽ ജീവച്ഛവമാക്കി മാറ്റുക, ഇതിനുള്ള ശിക്ഷയാണ് സെക്ഷൻ 376A പറയുന്നത്. 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷയാണ് നൽകുന്നത്. ഇനി സെക്ഷൻ 376AB. ഓക്കെ, AB ആണ് കേട്ടോ. സെക്ഷൻ 376AB പറയുന്നത് 12 വയസ്സിന് താഴെയുള്ള സ്ത്രീ പീഡനത്തിനുള്ള ശിക്ഷയാണ്, പണിഷ്മെന്റ് ഫോർ റേപ്പ് ഓൺ വുമൺ അണ്ടർ 12 ഇയേഴ്സ് ഓഫ് ഏജ്. അപ്പോൾ അതിനുള്ള ശിക്ഷ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പീഡന കേസാണ് വരുന്നത്. സെക്ഷൻ 376AB വരുന്നത് 20 വർഷത്തിൽ കുറയാത്ത എന്നാൽ ആജീവനാന്തം വരെ ലഭിച്ചേക്കാവുന്ന കഠിനമായിട്ടുള്ള തടവാണ് സെക്ഷൻ 376AB. ഓക്കെ, 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പീഡിപ്പിക്കുന്നത്. ഇനി സെക്ഷൻ 376B പറയുന്നത് എന്താണ്? വേർപിരിഞ്ഞു കഴിയുമ്പോൾ ഭർത്താവ് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. വേർപിരിഞ്ഞു കഴിയുമ്പോഴും ഭർത്താവ് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഏതാണ്? സെക്ഷൽ ഇന്റർകോഴ്സ് ബൈ ഹസ്ബൻഡ് അപ്പോൺ ഹിസ് വൈഫ് ഡ്യൂറിങ് സെപ്പറേഷൻ. സെക്ഷൻ 376B ആണ്. കോടതി വിധിയെ തുടർന്ന് മറ്റു വിധത്തിലോ വേറിട്ട് താമസിക്കുന്ന തൻ്റെ ഭാര്യയുമായി അവളുടെ സമ്മതമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിയും കുറ്റകരമായ ശിക്ഷയ്ക്ക് അർഹനാണ്. സെക്ഷൻ 376B പറയുന്നു ശിക്ഷ 2 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ തടവ് കിട്ടുന്നതുമായിട്ടുള്ള ശിക്ഷയാണ്. ഓക്കെ, അടുത്തത് സെക്ഷൻ 376C ആണ്. 376C പറയുന്നത് അധികാര സ്ഥാനത്തുള്ള വ്യക്തി നടത്തുന്ന ലൈംഗിക വീഴ്ച. ഓക്കെ, അധികാര സ്ഥാനത്തുള്ള വ്യക്തി നടത്തുന്ന ലൈംഗിക വീഴ്ചയാണ് സെക്ഷൽ ഇന്റർകോഴ്സ് ബൈ പേഴ്സൺ ഇൻ അതോറിറ്റി. അതാണ് 376C വരുന്നത്. 5 വർഷത്തിൽ കുറയാത്തതും 10 വർഷം വരെയാകുന്ന കഠിന തടവിനും കൂടാതെ പിഴ ശിക്ഷയ്ക്കും അർഹനാണ്. ഏതെങ്കിലും ഉന്നത അധികാര ഉദ്യോഗസ്ഥൻ ലൈംഗിക വീഴ്ച നടത്തുകയാണെങ്കിൽ അതിനാണ് സെക്ഷൻ 376C പ്രകാരം 5 വർഷത്തിൽ കുറയാത്തതും 10 വർഷം വരെയാവുന്ന കഠിന തടവും ലഭിക്കുന്നത്. ഇനി സെക്ഷൻ 376D എന്ന് പറയുന്നത് ഗ്യാങ് റേപ്പാണ്, കൂട്ടബലാത്സംഗം വരുന്നതാണ് സെക്ഷൻ 376D എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശിക്ഷ എന്ന് പറയുന്നത് എത്രയാണ്? 20 വർഷത്തിൽ കുറയാത്തതും ശേഷിക്കുന്ന ജീവിതകാലം വരെയാവുന്ന കഠിന തടവ്. 20 വർഷം അല്ലെങ്കിൽ ശേഷിക്കുന്ന ജീവിതകാലം മുഴുവൻ കഠിന തടവിന് ഇരിക്കണം എന്നുള്ളതാണ് സെക്ഷൻ 376D എന്ന് പറയുന്നത്, ഗ്യാങ് റേപ്പ്. അടുത്തത് സെക്ഷൻ 376DA. സെക്ഷൻ 376DA പറയുന്നത് എന്താണ്? 16 വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷ, പണിഷ്മെന്റ് ഫോർ ഗ്യാങ് റേപ്പ് ഓൺ വുമൺ അണ്ടർ 16 ഇയേഴ്സ് ഓഫ് ഏജ്. ഓക്കെ, അപ്പോൾ 376DA അതിൻ്റെ ശിക്ഷ എന്താണ്? ജീവപര്യന്തം തടവും. ഇവിടെ ജീവപര്യന്തം എന്ന് ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ സ്വാഭാവിക ജീവിതത്തിൻ്റെ ശേഷിക്കുന്ന കാലയളവാണ്. ഓക്കെ, കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കാവുന്നതാണ്. അപ്പോൾ 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ
കൂട്ടബലാത്സംഗം ചെയ്താൽ കിട്ടുന്നത് സെക്ഷൻ 376 പ്രകാരമാണ് ജീവപര്യന്തം തടവ്. ഇനി സെക്ഷൻ 376 ആണ് പറയുന്നത്. DA എന്ന് പറഞ്ഞു 16 വയസ്സിന് താഴെ. DB എന്ന് പറയുന്നത് 12 വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷയാണ്. പണിഷ്മെന്റ് ഫോർ ഗ്യാങ് റേപ്പ് ഓൺ വുമൺ അണ്ടർ 12 years ഓഫ് ഏജ്. അപ്പോൾ അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തം തടവും. ഇവിടെ ജീവപര്യന്തം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ വ്യക്തിയുടെ സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലയളവാണ്. കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കുന്നു. ഓക്കെ, സെക്ഷൻ 376 ആണ്. അടുത്തത് നോക്കുക, സെക്ഷൻ 376 സെക്ഷൻ 376 പറയുന്നത് കുറ്റം ആവർത്തിക്കുന്ന കുറ്റവാളികൾക്കുള്ള ശിക്ഷ. കുറ്റം ആവർത്തിക്കുന്ന കുറ്റവാളികൾക്കുള്ള ശിക്ഷ, പണിഷ്മെന്റ് ഫോർ റിപ്പീറ്റ് ഒഫൻഡേഴ്സ് ആണ്. ശിക്ഷ എന്താണ്? ഒരു വ്യക്തി വീണ്ടും കുറ്റം ആവർത്തിച്ചാൽ ആ വ്യക്തിയുടെ ശേഷിക്കുന്ന ജീവിതകാലം വരെയാകുന്ന ജീവപര്യന്ത തടവ് അല്ലെങ്കിൽ മരണശിക്ഷ. ഒരു കുറ്റം ചെയ്തു അയാൾ വീണ്ടും ആ കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ജീവപര്യന്തം അല്ലെങ്കിൽ മരണശിക്ഷയോ ലഭിക്കാവുന്നതാണ് എന്നുള്ളതാണ് സെക്ഷൻ 376 പറയുന്നത്. അടുത്തത് നോക്കുക, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം, ഒഫൻസസ് എഗെയിൻസ്റ്റ് വുമൺ ആണ് പറയുന്നത്. സെക്ഷൻ 354. സെക്ഷൻ 354 പറയുന്നത് എന്താണ്? സ്ത്രീകളെ മാനഭംഗപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരുടെ നേരെ നടത്തുന്ന കയ്യേറ്റം, കുറ്റകരമായ ബലപ്രയോഗം എന്നിവയെ സംബന്ധിക്കുന്ന കുറ്റമാണ്. ഓക്കെ, സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരുടെ നേരെ നടത്തുന്ന കയ്യേറ്റം, കുറ്റകരമായ ബലപ്രയോഗം എന്നിവയെ സംബന്ധിക്കുന്ന കുറ്റമാണ് സെക്ഷൻ 354 എന്ന് പറയുന്നത്. ശിക്ഷ എന്താണ്? സെക്ഷൻ 354 പ്രകാരം കുറ്റാരോപിതനാകുന്ന വ്യക്തിക്ക് 1 വർഷത്തിൽ കുറയാത്തതും അല്ലെങ്കിൽ 5 വർഷം വരെ ആകുന്നതുമായിട്ടുള്ള തടവും കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് സെക്ഷൻ 354 ആണ് പറയുന്നത്. സെക്ഷൻ 354 വരുന്നത് ലൈംഗിക പീഡനവും ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയും സംബന്ധിച്ചിട്ടുള്ളത്. ഓക്കെ, സെക്ഷൽ ഹറാസ്മെന്റ് ആൻഡ് പണിഷ്മെന്റ് ഫോർ സെക്ഷൽ ഹറാസ്മെന്റ് ആണ്. സെക്ഷൻ 354 എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി ലൈംഗിക ചുവയുള്ള ആംഗ്യങ്ങൾ കാണിക്കുകയോ ലൈംഗിക ചുവയുള്ള പ്രസ്താവനകൾ നടത്തുകയോ ചെയ്താൽ അയാൾ ലൈംഗിക പീഡനത്തിന് കുറ്റക്കാരനായി തീരുന്നതാണ്. ഓക്കെ, അതായത് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ, ലൈംഗിക ചുവയുള്ള ആംഗ്യങ്ങൾ കാണിക്കുക അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള പ്രസ്താവനകൾ നടത്തുകയോ ചെയ്താൽ അതും കുറ്റകരമാണ്. സെക്ഷൻ 354 ആണ്. ഓക്കെ, അടുത്തത് സെക്ഷൻ 354 എന്ന് പറയുന്നത് സ്ത്രീയെ വിവസ്ത്രയാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അടികലശൽ നടത്തുകയോ അല്ലെങ്കിൽ കുറ്റകരമായ ബലപ്രയോഗം നടത്തുകയോ അങ്ങനെയുള്ള പ്രവർത്തിക്ക് പ്രേരണ നൽകുകയോ ചെയ്യുന്ന കുറ്റമാണ് സെക്ഷൻ 354 എന്ന് പറയുന്നത്. അതിനുള്ള ശിക്ഷ സെക്ഷൻ 354 പ്രകാരം കുറ്റം ചെയ്യുന്ന വ്യക്തിക്ക് 3 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെയാകുന്നതുമായിട്ടുള്ള തടവുമാണ്. കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കുന്നതാണ് സെക്ഷൻ 354 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സെക്ഷൻ 354 എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ത്രീ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സ്വകാര്യ പ്രവൃത്തി നിരീക്ഷിക്കുകയോ അതിൻ്റെ ചിത്രങ്ങൾ എടുക്കുകയോ അല്ലെങ്കിൽ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്ന കുറ്റമാണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 354 എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ സ്വകാര്യത ചിത്രീകരിക്കുകയോ അതിൻ്റെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് 354 എന്ന് പറയുന്നത്. സെക്ഷൻ 354 പ്രകാരം കുറ്റം ചെയ്യുന്ന വ്യക്തിക്ക് 1 വർഷത്തിൽ കുറയാത്തതും 3 വർഷം വരെ ആവുന്നതുമായിട്ടുള്ള തടവും പിഴയുമാണ് ലഭിക്കുന്നത്. ഓക്കെ, അടുത്തത് സെക്ഷൻ 354 പറയുന്നത് എന്താണ്? പതുങ്ങി പിൻപറ്റുക. സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? വ്യക്തിപരമായ പരസ്പര ബന്ധം പോഷിപ്പിക്കുന്നതിലേക്കായി ഒരു സ്ത്രീ തനിക്കുള്ള താല്പര്യക്കുറവ് വ്യക്തമായി പ്രകടിപ്പിച്ചതിന് ശേഷവും ആവർത്തിച്ച് പിന്തുടരുകയും സമ്പർക്കത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്താൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഇൻ്റർനെറ്റ്, ഇമെയിൽ, മറ്റേതെങ്കിലും രീതിയിലുള്ള ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്നിവയുടെ ഉപയോഗം നിരീക്ഷിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാൾ പതുങ്ങി പിൻപറ്റുക എന്ന കുറ്റകൃത്യം ചെയ്യുന്നതാണ്. ഒരു സ്ത്രീയുടെ ഇഷ്ടമില്ലാതെ അവരെ പിന്തുടരുക, അവരുടെ ഇമെയിൽ, ഇൻ്റർനെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക, അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അയാൾ പതുങ്ങി പിൻപറ്റുക എന്ന് പറയുന്ന കുറ്റകൃത്യം ചെയ്യുന്നതാണ്. ശിക്ഷ എന്താണ്? 354 പ്രകാരം കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിക്ക് 3 വർഷത്തോളമാകുന്നതും അല്ലെങ്കിൽ പിഴ ശിക്ഷയും. ഓക്കെ, തുടർന്നും കുറ്റാരോപിതനായിട്ട് കഴിഞ്ഞാൽ 5 വർഷം വരെയുള്ള തടവും പിഴയുമാണ് കിട്ടുന്നത്. ഓക്കെ, ആദ്യം 3 വർഷത്തോളം ഉള്ള തടവും പിഴ ശിക്ഷയും, വീണ്ടും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ 5 വർഷം വരെ ആവുന്ന തടവും ശിക്ഷയുമാണ് ലഭിക്കുന്നത്. ഓക്കെ,
അടുത്തത് സെക്ഷൻ 498A ആണ്. സെക്ഷൻ 498A പറയുന്നത് എന്താണ്? ഒരു സ്ത്രീയുടെ ഭർത്താവോ ഭർത്താവിൻ്റെ ബന്ധുവോ അവളെ ക്രൂരതയ്ക്ക് വിധേയമാക്കുന്നതുമായി ബന്ധപ്പെട്ടത്. ഒരു സ്ത്രീയുടെ ഭർത്താവോ ഭർത്താവിൻ്റെ ബന്ധുവോ അവളെ ക്രൂരതയ്ക്ക് വിധേയമാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഹസ്ബൻഡ് ഓർ റിലേറ്റീവ് ഓഫ് ഹസ്ബൻഡ് ഓഫ് എ വുമൺ സബ്ജക്റ്റിംഗ് ഹെർ ടു ക്രൂവൽറ്റി. സെക്ഷൻ 498A പ്രകാരം കുറ്റാരോപിതനായ വ്യക്തിക്ക് 3 വർഷം തടവ് ശിക്ഷയും കൂടാതെ പിഴയും ലഭിക്കുന്നതാണ്. ഓക്കെ, സെക്ഷൻ 498A പ്രകാരം. അടുത്തത് സെക്ഷൻ 509 ആണ്. 509 പറയുന്നത് ഒരു സ്ത്രീയുടെ മാനത്തെ അധിക്ഷേപിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയോ വാക്കോ ആംഗ്യമോ പ്രവൃത്തിയോ ചെയ്യുന്നത്. ഒരു സ്ത്രീയുടെ മാനത്തെ അധിക്ഷേപിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയ വാക്കോ ആംഗ്യമോ പ്രവൃത്തിയോ ചെയ്യുന്നത് സെക്ഷൻ 509 ആണ് വരുന്നത്. വേർഡ്, ജെസ്റ്റർ ഓഫ് ആക്ട് ഇൻറ്റൻഡഡ് ടു ഇൻസൾട്ട് ദി മോഡസ്റ്റി ഓഫ് എ വുമൺ ആണ്. ഓക്കെ, ഒരു സ്ത്രീയെ ഏതെങ്കിലും മോശമായ ശബ്ദത്താലോ വാക്കിനാലോ ആംഗ്യത്താലോ പ്രവൃത്തിയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും അസഭ്യമായ വസ്തുക്കൾ കാണിച്ചോ അപമാനിക്കാൻ ശ്രമിക്കുന്നത്, അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റം നടത്തുന്നതും സെക്ഷൻ 509 പ്രകാരം ശിക്ഷാർഹമാണ്. അതിനുള്ള ശിക്ഷ എന്താണ്? 3 വർഷത്തോളമാകുന്ന കാലത്തേക്ക് തടവ് ശിക്ഷയോ പിഴ ശിക്ഷയോ ലഭിക്കാവുന്നതാണ്. അടുത്തത് വസ്തുക്കൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ്. വസ്തുക്കൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ എന്ന് പറയുമ്പോൾ അപ്പോൾ വസ്തുക്കൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒഫൻസസ് എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി. ഇവിടെ നോക്കുക, മോഷണത്തെക്കുറിച്ച്. സെക്ഷൻ 378 പറയുന്നത് എന്താണ്? മോഷണത്തെക്കുറിച്ചാണ്. തെഫ്റ്റ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കൈവശമുള്ള വസ്തുവോ സാധനങ്ങളോ ആ വ്യക്തിയുടെ അനുവാദമില്ലാതെ എടുക്കുകയോ അവ നീക്കം ചെയ്യുകയാണെങ്കിൽ സെക്ഷൻ 378 പ്രകാരം മോഷണ കുറ്റമാണ്. സെക്ഷൻ 378 പറയുന്നത് മോഷണത്തെക്കുറിച്ചാണ്. ഇനി സെക്ഷൻ 379 പറയുന്നത് മോഷണത്തിനുള്ള ശിക്ഷയാണ്. മോഷണത്തിനുള്ള ശിക്ഷ പണിഷ്മെന്റ് ഫോർ തെഫ്റ്റ് ആണ്. മോഷണം നടത്തുന്ന ഏതൊരു വ്യക്തിയും സെക്ഷൻ 379 പ്രകാരം 3 വർഷത്തോളം തടവിനോ പിഴ ശിക്ഷയ്ക്കോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് നൽകി ശിക്ഷിക്കപ്പെടാവുന്നതാണ്. 378 പറയുന്നത് മോഷണത്തെക്കുറിച്ചും സെക്ഷൻ 379 പറയുന്നത് മോഷണത്തിനുള്ള ശിക്ഷയെക്കുറിച്ചുമാണ്. ഇനി സെക്ഷൻ 380 പറയുന്നത് എന്താണ്? വാസഗൃഹത്തിലോ മറ്റോ വച്ചുള്ള മോഷണം. വാസഗൃഹത്തിലോ മറ്റോ വച്ചുള്ള മോഷണം, അതായത് മനുഷ്യവാസസ്ഥലമായി ഉപയോഗിക്കുന്നതോ വസ്തു സൂക്ഷിപ്പിനായി ഉപയോഗിക്കുന്നതോ ആയ ഏതെങ്കിലും കെട്ടിടത്തിലോ കൂടാരത്തിലോ മോഷണം നടത്തുന്നത് എന്താണ്? കുറ്റകരമാണ്. സെക്ഷൻ 380 പ്രകാരം 7 വർഷത്തോളമാകുന്ന കാലത്തേക്കുള്ള തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കുന്നതാണ്. സെക്ഷൻ 380 പ്രകാരം. അടുത്തത് സെക്ഷൻ 381 ആണ്. സെക്ഷൻ 381 പറയുന്നത് എന്താണ്? യജമാനന്റെ കൈവശമുള്ള വസ്തു ക്ലാർക്കോ ഭൃത്യനോ മോഷണം നടത്തുന്നത്. തൻ്റെ ഓണർ യജമാനന്റെ കൈവശമുള്ള വസ്തു ക്ലാർക്കോ അവിടുത്തെ ഭൃത്യനോ മോഷണം നടത്തുന്നത്. ഒരു ക്ലാർക്കോ ഭൃത്യനോ എന്ന നിലയിൽ നിയോഗിക്കപ്പെട്ട വ്യക്തി തൻ്റെ യജമാനന്റെയോ നിയോജകന്റെയോ കൈവശമുള്ള ഒരു സാധനം മോഷ്ടിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതെന്താണ്? സെക്ഷൻ 381 പ്രകാരം ശിക്ഷാർഹമാണ്. 7 വർഷത്തോളമാകുന്ന കാലത്തേക്കുള്ള തടവ് ശിക്ഷയും കൂടാതെ പിഴയുമാണ് അവിടെ ലഭിക്കുന്നത്. ഇനി സെക്ഷൻ 382 പറയുന്നത് മോഷണം നടത്തുന്നതിന് വേണ്ടി മരണം സംഭവിപ്പിക്കുകയോ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യുന്നതിന് ഒരുക്കം കൂട്ടിയ ശേഷം മോഷണം നടത്തുന്നത്. അപ്പോൾ മോഷണത്തിന് വേണ്ടിയിട്ട് ഒരാളെ കൊല്ലുക അല്ലെങ്കിൽ ദേഹോപദ്രവം ഏൽപ്പിക്കുക എന്ന് പറയുന്നത് സെക്ഷൻ 382 പ്രകാരമാണ്. അയാൾക്ക് എന്താണ് കിട്ടുന്നത്? ശിക്ഷ 10 വർഷത്തെ കഠിന തടവും കൂടാതെ പിഴ ശിക്ഷയും. 10 വർഷത്തെ കഠിന തടവും കൂടാതെ പിഴ ശിക്ഷയുമാണ് ലഭിക്കുന്നത്. അടുത്തത് സെക്ഷൻ 383 ആണ്. സെക്ഷൻ 383 പറയുന്നത് എന്താണ്? ഭയപ്പെടുത്തിയുള്ള അപഹരണത്തെക്കുറിച്ച്. ഭയപ്പെടുത്തിയുള്ള അപഹരണം എന്ന് പറയുന്നത് നോക്കുക, ഏതെങ്കിലും ഒരു വ്യക്തിക്കോ മറ്റേതെങ്കിലും വ്യക്തികൾക്കോ ഹാനി നേരിടുമെന്നുള്ള ഭയം ഉദ്ദേശപൂർവം ഉളവാക്കുകയും അതുവഴി അവരെ ഭയപ്പെടുത്തി ഏതെങ്കിലും വസ്തുവോ മൂല്യമുള്ള ഈടായി മാറ്റാവുന്ന ഒപ്പുവെച്ചതോ മുദ്രവെച്ചതോ ആയ രേഖകളോ കൊടുക്കുവാൻ അവരെ പ്രചോദിപ്പിച്ച് അതിനിടയാക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ഭയപ്പെടുത്തിയുള്ള അപഹരണം നടത്തുന്നു.
അതായത് ഒരു വ്യക്തിക്കോ മറ്റേതെങ്കിലും വ്യക്തികൾക്കോ ഹാനി നേരിടുമെന്നുള്ള ഭയം ഉദ്ദേശപൂർവ്വം ഒരാളെ വെച്ചിട്ട് മറ്റൊരാളെ, അതായത് അവർക്ക് വേണ്ടപ്പെട്ടവരെ ഉപദ്രവിക്കും എന്ന് ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് എന്തെങ്കിലും സാധനമോ മൂല്യമായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ നമ്മൾ മുദ്ര പേപ്പറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റുക. ഓക്കെ, അത് വാങ്ങിക്കുക. ഒരാളെ കൊല്ലുമെന്ന് ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി വാങ്ങിക്കുക. അതൊക്കെയാണ് സെക്ഷൻ 383 വരുന്നത്, ഭയപ്പെടുത്തിയുള്ള അപഹരണം. ഇനി സെക്ഷൻ 384 പറയുന്നത് ഭയപ്പെടുത്തിയുള്ള അപഹരണത്തിനുള്ള ശിക്ഷയെക്കുറിച്ചാണ്. സെക്ഷൻ 384 പ്രകാരം കുറ്റം ചെയ്യുന്ന വ്യക്തിക്ക് 3 വർഷത്തെ തടവോ പിഴ ശിക്ഷയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് നൽകി ശിക്ഷിക്കപ്പെടാവുന്നതാണ്. ഓക്കെ, അടുത്തത് സെക്ഷൻ 385 ആണ്. സെക്ഷൻ 385 പറയുന്നത് ഭയപ്പെടുത്തിയുള്ള അപഹരണം നടത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും വ്യക്തിക്ക് ഹാനി നേരിടുമെന്ന് ഭയമുണ്ടാക്കുന്നത്. ഓക്കെ, ഭയപ്പെടുത്തിയുള്ള അപഹരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഹാനി നേരിടുമെന്ന്, ആർക്കെങ്കിലും ഉപദ്രവം, അയാളെ കൊല്ലുമെന്നോ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ചെയ്യുന്നതാണ് സെക്ഷൻ 385. അത് പ്രകാരം എന്താണ്, 2 വർഷത്തെ തടവോ പിഴ ശിക്ഷയോ ലഭിക്കുന്നതാണ്. ഓക്കെ, സെക്ഷൻ 385. ഇനി സെക്ഷൻ 386 പറയുന്നത് ഒരു വ്യക്തിക്ക് മരണം സംഭവിക്കുകയോ ദേഹോപദ്രവം ഏൽക്കുകയോ ചെയ്യുമെന്ന് ഭയമുണ്ടാക്കി അവരെ ഭയപ്പെടുത്തി അപഹരണം നടത്തുന്നതാണ്. ഒരു വ്യക്തിക്ക് മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ ദേഹോപദ്രവം ഏൽക്കുകയോ ചെയ്യുമെന്ന് ഭയമുണ്ടാക്കി ഭയപ്പെടുത്തി അപഹരണം ചെയ്യുന്നതാണ്. സെക്ഷൻ 386 പ്രകാരം കുറ്റം ചെയ്യുന്ന വ്യക്തിക്ക് എത്രയാണ് ശിക്ഷ? 10 വർഷത്തെ തടവും കൂടാതെ പിഴ ശിക്ഷ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് മരണം സംഭവിക്കും എന്ന് ഭയപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ഒന്ന് മോഷ്ടിക്കുകയാണെങ്കിൽ അതാണ് സെക്ഷൻ 386 വരുന്നത്. ഓക്കെ, അടുത്ത സെക്ഷൻ 387 വരുന്നത് ഭയപ്പെടുത്തിയുള്ള അപഹരണം നടത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മരണം സംഭവിക്കുകയോ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യുമെന്ന ഭയം ഉളവാക്കുന്നതാണ് സെക്ഷൻ 387. ഓക്കെ, ഒരു വ്യക്തിക്ക് മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യുമെന്നുള്ള ഭയം ഉളവാക്കുന്നതാണ് സെക്ഷൻ 387. അതിൻ പ്രകാരം കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിക്ക് 7 വർഷത്തെ തടവും കൂടാതെ പിഴ ശിക്ഷയുമാണ് ലഭിക്കുന്നത്. ഓക്കെ, അടുത്തത് സെക്ഷൻ 388 ആണ് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മരണശിക്ഷയോ ജീവപര്യന്തം തടവോ മറ്റോ നൽകി ശിക്ഷിക്കാവുന്ന കുറ്റം ആരോപിച്ച് ഭീഷണിപ്പെടുത്തി അപഹരണം നടത്തുന്നത്. മരണശിക്ഷയോ അല്ലെങ്കിൽ ജീവപര്യന്തം തടവോ മറ്റോ നൽകി ശിക്ഷിക്കാവുന്ന കുറ്റം, ഒരാളുടെ മേലൊരു കുറ്റം ആരോപിച്ച് ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും ഒന്ന് മോഷണം നടത്തുകയാണെങ്കിൽ അതാണ് സെക്ഷൻ 388 വരുന്നത്. അതിന് പ്രകാരം 10 വർഷത്തെ തടവും കൂടാതെ പിഴ ശിക്ഷയുമാണ് ലഭിക്കുന്നത്. ഓക്കെ, സെക്ഷൻ 388 പ്രകാരം ഒരാളുടെ മേൽ ഒരു കുറ്റം ആരോപിച്ച് ജീവപര്യന്തം തടവ് ലഭിക്കും എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും ഒരു കാര്യം മോഷ്ടിക്കുകയാണെങ്കിൽ അതാണ് സെക്ഷൻ 388 പ്രകാരം 10 വർഷത്തെ തടവും കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കുന്നു. അടുത്തത് സെക്ഷൻ 389 ആണ്. സെക്ഷൻ 389 പറയുന്നത് എന്താണ്? ഭയപ്പെടുത്തിയുള്ള അപഹരണം നടത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കുറ്റാരോപണം ഉണ്ടാകുമെന്ന ഭയം ഉളവാക്കുന്നത്. ഓക്കെ, ഭയപ്പെടുത്തിയുള്ള അപഹരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കുറ്റാരോപണം ഉണ്ടാകുമെന്ന ഭയം ഉളവാക്കുന്നത് സെക്ഷൻ 389 ആണ്. അതിൻ പ്രകാരം 10 വർഷത്തെ തടവും പിഴ ശിക്ഷയുമാണ് ലഭിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് സെക്ഷൻ 390 പറയുന്നത് കവർച്ചയാണ്, റോബറി. ഓക്കെ, അതായത് എല്ലാ കവർച്ചയിലും ഒന്നുകിൽ മോഷണമോ അല്ലെങ്കിൽ ഭയപ്പെടുത്തിയുള്ള അപഹരണമോ ഉണ്ടായിരിക്കുന്നതാണ്. കവർച്ച അല്ലെങ്കിൽ റോബറി എന്ന് പറയുമ്പോൾ അവിടെ ഒരു മോഷണം അല്ലെങ്കിൽ ഒരു ഭയപ്പെടുത്തിയിട്ടുള്ള അപഹരണമോ ഉണ്ടാവുന്നതാണ്. മോഷണം എന്നാണ്, എപ്പോഴാണ് കവർച്ചയാവുന്നത്? മോഷണം എന്ന് പറയുന്നത് എപ്പോഴാണ് കവർച്ചയായിട്ട് മാറുന്നത്? മോഷണം നടത്തുന്നതിനിടയിലോ മോഷണം മുതൽ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴോ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ കൊല്ലുകയോ അതിനുള്ള ശ്രമം നടത്തുകയോ ചെയ്യുമ്പോഴാണ് ആ മോഷണത്തെ കവർച്ച എന്ന് പറയുന്നത്. ഓക്കെ, ചുമ്മാ ഒരു സാധനം മോഷ്ടിച്ചു കഴിഞ്ഞാൽ അത് മോഷണമായി. മോഷണത്തിനിടയിൽ ആ വ്യക്തിക്ക് മരണം സംഭവിക്കുക അല്ലെങ്കിൽ ദേഹോപദ്രവം ഏൽപ്പിക്കുക അല്ലെങ്കിൽ കൊല്ലുക അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടത്തുകയോ ചെയ്യുമ്പോഴാണ് ആ മോഷണത്തെ എന്ന് പറയുന്നത് കവർച്ച എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 390 പറയുന്നത് കവർച്ചയെക്കുറിച്ചാണ്. ഓക്കെ, ഇനി ഭയപ്പെടുത്തിയുള്ള അപഹരണം എപ്പോഴാണ് കവർച്ചയാവുന്നത്? ഒരാളെ ഭയപ്പെടുത്തി അയാളിൽ നിന്ന് എന്തെങ്കിലും മോഷണം നടത്തുന്നതിനിടയിൽ ഭയപ്പെടുത്തപ്പെട്ട ആൾക്കോ സംഭവത്തിനോ സാക്ഷിയായ
മറ്റൊരാൾക്കോ ദേഹോപദ്രവം ഏൽക്കുകയോ മരണം സംഭവിക്കുകയോ ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ മോഷണം എന്ന് പറയുമ്പോൾ മോഷണം ചെയ്യുന്നതിനിടയിൽ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ദേഹോപദ്രവം ഉണ്ടാവുകയോ കൊല്ലാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കവർച്ചയാണ്. ഭയപ്പെടുത്തിയുള്ള അപഹരണത്തിൽ പറഞ്ഞത് എന്തായിരുന്നു? നമ്മളുടെ അടുത്ത് ഇപ്പം നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ കൊല്ലുമെന്നോ ഭയപ്പെടുത്തുമെന്നോ അയാളെ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് വാങ്ങിക്കുന്നതാണ് ഭയപ്പെടുത്തിയുള്ള അപഹരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഭയപ്പെടുത്തുന്ന സമയത്ത് ആ ഭയപ്പെടുത്തപ്പെട്ട ആൾക്കോ ആ സംഭവത്തിന് സാക്ഷിയായിട്ടുള്ള മറ്റാർക്കെങ്കിലും ദേഹോപദ്രവം ഏൽക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അതും കവർച്ചയിൽ വരുന്നതാണ്. ഓക്കെ, അടുത്തത് സെക്ഷൻ 391 പറയുന്നത്. സെക്ഷൻ 391 എന്താണ്? കൂട്ടായ്മ കവർച്ച അല്ലെങ്കിൽ തീവെട്ടിക്കൊള്ള. ഓക്കെ, കൂട്ടായ്മ കവർച്ച അല്ലെങ്കിൽ തീവെട്ടിക്കൊള്ള. 5 അതിലധികമോ ആളുകൾ കൂട്ടായി ഒരു കവർച്ച നടത്തുകയോ നടത്താൻ ശ്രമിക്കുകയോ ചെയ്താൽ അതിനെ കൂട്ടായ്മ കവർച്ച എന്ന് പറയും. ഓക്കെ, 5 അതിലധികമോ ആളുകൾ ചേർന്നിട്ടാണ് കവർച്ച നടത്തുന്നതെങ്കിൽ അതിനെ കൂട്ടായ്മ കവർച്ച എന്ന് പറയും. കവർച്ച നടക്കുന്ന സ്ഥലത്ത് സന്നിഹിതരായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ കവർച്ചയ്ക്ക് സഹായിക്കുന്നുവെങ്കിൽ അവരെയും കൂട്ടായ്മ കവർച്ചയിൽ കുറ്റവാളികളായിട്ട് കരുതാം. കവർച്ച നടക്കുന്ന സ്ഥലത്ത് ആരെങ്കിലും വ്യക്തികൾ അതിന് സഹായകമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെയും ഈ കൂട്ടായ്മ കവർച്ചയിൽ കുറ്റവാളികളായിട്ട് കരുതാവുന്നതാണ്. ഓക്കെ, അടുത്തത് സെക്ഷൻ 392 പറയുന്നത് കവർച്ചയ്ക്കുള്ള ശിക്ഷ. കവർച്ചയ്ക്കുള്ള ശിക്ഷ എന്ന് പറയുമ്പോൾ കവർച്ച നടത്തുന്ന ഏതൊരു വ്യക്തിക്കും 10 വർഷം കഠിന തടവും പിഴ ശിക്ഷയുമാണ് ലഭിക്കുന്നത്. സെക്ഷൻ 392 പ്രകാരമാണ് കവർച്ചയ്ക്കുള്ള ശിക്ഷ 10 വർഷം തടവും പിഴ ശിക്ഷയും. കവർച്ച നടത്തുന്നത് ഹൈവേയിൽ വെച്ച് സൂര്യാസ്തമയത്തിനും സൂര്യോദയത്തിനും ഇടയ്ക്കാണെങ്കിൽ 14 വർഷം വരെ തടവ് ലഭിക്കാവുന്നതാണ്. ഓക്കെ, കവർച്ച നടത്തുന്നത് ഹൈവേയിൽ വെച്ച് സൂര്യാസ്തമയത്തിനും സൂര്യോദയത്തിനും ഇടയിലാണെങ്കിൽ, അതായത് പകൽ സമയത്താണ് നടത്തുന്നതെങ്കിൽ 14 വർഷം വരെ തടവ് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി സെക്ഷൻ 393 പറയുന്നത് കവർച്ച നടത്തുന്നതിനുള്ള ശ്രമമാണ്. അറ്റംപ്റ്റ് ടു കമ്മിറ്റ് റോബറി. കവർച്ച നടത്തുവാൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിയും 7 വർഷം വരെയുള്ള കഠിന തടവിനും പിഴ ശിക്ഷയ്ക്കും അർഹനാണ്. ഓക്കെ, കവർച്ച നടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് കുറ്റാർഹമാണ് സെക്ഷൻ 393 പ്രകാരം. ഓക്കെ, അടുത്തത് നോക്കുക. സെക്ഷൻ 394 പറയുന്നത് കവർച്ച നടത്തുന്നതിനിടയിൽ സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത്. കവർച്ച നടത്തുന്നതിനിടയിൽ സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത്, അതായത് ചില കേസുകളിൽ കവർച്ച നടത്തുന്നതിനിടയിലോ കവർച്ചാ ശ്രമത്തിനിടയിലോ മോഷ്ടാവ് മനഃപൂർവ്വം മറ്റൊരു വ്യക്തിയെ എന്ത് ചെയ്യാറുണ്ട്? ദേഹോപദ്രവം ഏൽപ്പിക്കാറുണ്ട്. ഇത് സെക്ഷൻ 394 പ്രകാരം കുറ്റകരമാണ്. ഇങ്ങനെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഏതൊരു വ്യക്തിയും കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷത്തേക്ക് കഠിന തടവോ അല്ലെങ്കിൽ ജീവപര്യന്തം തടവിനോ ശിക്ഷിക്കപ്പെടാവുന്നതാണ്. 10 വർഷം കഠിന തടവോ അല്ലെങ്കിൽ ജീവപര്യന്തം തടവോ. അടുത്തത് സെക്ഷൻ 395 പറയുന്നത് കൂട്ടായ്മ കവർച്ചയ്ക്കുള്ള ശിക്ഷയാണ്. പണിഷ്മെന്റ് ഓഫ് ഡെഗോസിറ്റി. അപ്പോൾ ഇവിടെ നോക്കുക, കൂട്ടുകവർച്ച നടത്തുന്ന ഏതൊരു വ്യക്തിയും ജീവപര്യന്തം തടവിനോ 10 വർഷത്തോളം കഠിന തടവിനോ ശിക്ഷിക്കപ്പെടാവുന്നതാണ്. കൂടാതെ പിഴ ശിക്ഷയ്ക്കും അർഹനാവുന്നതാണ്. ഓക്കെ, കൂട്ടായ്മ കവർച്ച എന്താണെന്ന് പറഞ്ഞല്ലേ, 5 അതിലധികമോ ആളുകൾ ചേർന്ന് നടത്തുന്ന കവർച്ചയാണ് കൂട്ടായ്മ കവർച്ച. അപ്പം ഇങ്ങനെ കൂട്ടുകവർച്ച നടത്തുന്ന ഏതൊരു വ്യക്തിയും ജീവപര്യന്തം തടവിനോ 10 വർഷത്തോളം കഠിന തടവിനോ ശിക്ഷിക്കപ്പെടാവുന്നതാണ് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 395. അടുത്തത് സെക്ഷൻ 396 പറയുന്നത് കൊലപാതകത്തോടു കൂടിയ കൂട്ടായ്മ കവർച്ചയാണ് കേട്ടോ. കൊലപാതകത്തോടു കൂടിയ കൂട്ടായ്മ കവർച്ച. 5 അതിലധികമോ ആളുകൾ കൂട്ടായ്മ കവർച്ച നടത്തുന്നതിനിടയിൽ അവരിൽ ഒരാൾ ഒരു കൊലപാതകം നടത്തുന്നുവെങ്കിൽ ആ കവർച്ചയിൽ ഉൾപ്പെട്ട എല്ലാ വ്യക്തികളും ശിക്ഷയ്ക്ക് അർഹമാണ്. ഓക്കെ, 5 അതിലധികമോ ആളുകൾ ചേർന്ന് ഒരു കവർച്ച നടത്തുന്നു, അതിലൊരു വ്യക്തി ഒരാളെ കൊല്ലുകയാണെങ്കിൽ അതിൽപ്പെട്ട എല്ലാ വ്യക്തികളും ശിക്ഷയ്ക്ക് അർഹരാണ്. അതാണ് സെക്ഷൻ 396 പറയുന്നത്. ഇതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ 10 വർഷം കഠിന തടവോ അല്ലെങ്കിൽ പിഴ ശിക്ഷയും നൽകേണ്ടതാണ്. ഓക്കെ, അടുത്തത് സെക്ഷൻ 397 മരണം സംഭവിപ്പിക്കുകയോ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യുവാനുള്ള ശ്രമത്തോടു കൂടിയ കവർച്ച അല്ലെങ്കിൽ കൂട്ടായ്മ കവർച്ച. മരണം സംഭവിപ്പിക്കുകയോ അല്ലെങ്കിൽ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യുവാനുള്ള ശ്രമത്തോടു കൂടിയിട്ടുള്ള കവർച്ചയാണ് സെക്ഷൻ 397. അപ്പോൾ കവർച്ചയോ കൂട്ടായ്മയോ നടത്തുന്ന സമയത്ത് കുറ്റക്കാരൻ ഏതെങ്കിലും മാരകായുധം ഉപയോഗിച്ചോ അല്ലാതെയോ ഏതെങ്കിലും വ്യക്തിക്ക് കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ മരണത്തിനിടയാക്കുകയോ ചെയ്യുന്നതാണ് സെക്ഷൻ 397 പ്രകാരം 7 വർഷം വരെയുള്ള കഠിന തടവിന് അർഹനാണ്. ഓക്കെ,
ഇപ്പോൾ കവർച്ച നടത്തുന്ന സമയത്ത്, കൂട്ടായ്മ കവർച്ച നടത്തുന്ന സമയത്ത് ഒരാൾ കൊല്ലപ്പെടുകയാണെങ്കിൽ, മരണത്തിനിടയാക്കുകയാണെങ്കിൽ സെക്ഷൻ 397 പ്രകാരം 7 വർഷം വരെയുള്ള കഠിന തടവിന് അർഹനാണ്. ഇനി സെക്ഷൻ 398 പറയുന്നത് മാരകായുധം ധരിച്ചിട്ടുള്ളപ്പോൾ കവർച്ചയോ കൂട്ടായ്മ കവർച്ചയോ നടത്തുവാൻ ശ്രമിക്കുന്നത്. മാരകായുധം ധരിച്ചിട്ടുള്ളപ്പോൾ കവർച്ചയോ കൂട്ടായ്മ കവർച്ചയോ നടത്തുവാൻ ശ്രമിക്കുന്നതാണ് സെക്ഷൻ 398. അതിൻ പ്രകാരം അങ്ങനെ നടത്തുന്ന സമയത്ത് മാരകായുധം ധരിച്ചിട്ടുണ്ടെങ്കിൽ, കവർച്ച നടത്തുമ്പോൾ മാരകായുധം ധരിച്ചിട്ടുണ്ടെങ്കിൽ 7 വർഷം വരെയുള്ള തടവ് ശിക്ഷയാണ് ലഭിക്കുന്നത് സെക്ഷൻ 398 പ്രകാരം. അടുത്തത് സെക്ഷൻ 399 പറയുന്നത് എന്താണ്? കൂട്ടായ്മ കവർച്ച നടത്താനുള്ള ഒരുക്കമാണ് പറയുന്നത്. കൂട്ടായ്മ കവർച്ച നടത്താനുള്ള ഒരുക്കം. അപ്പോൾ കൂട്ടായ്മ കവർച്ചയ്ക്ക് തയ്യാറെടുക്കുന്ന ഏതൊരു വ്യക്തിയും 10 വർഷം കഠിന തടവിനും പിഴ ശിക്ഷയ്ക്കും അർഹനാവുന്നതാണ്. ഓക്കെ, കൂട്ടായ്മ കവർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നതും ഒരു കുറ്റമാണ്. സെക്ഷൻ 399 പ്രകാരം 10 വർഷം കഠിന തടവും പിഴ ശിക്ഷയും ലഭിക്കാവുന്നതാണ്. ഓക്കെ, സെക്ഷൻ 399. ഇനി സെക്ഷൻ 402 പറയുന്നത് കൂട്ടായ്മ കവർച്ച നടത്തുന്നതിന് വേണ്ടി സംഘം ചേരുന്നതാണ് കേട്ടോ. കൂട്ടായ്മ കവർച്ച നടത്തുന്നതിന് വേണ്ടി സംഘം ചേരുന്നതാണ് സെക്ഷൻ 402. സെക്ഷൻ 402 പ്രകാരം 5ഓ അതിലധികമോ വ്യക്തികൾ കൂട്ടക്കവർച്ച നടത്തുന്നതിനുമായിട്ട് സമ്മേളിച്ചു കഴിഞ്ഞാൽ അതിലുൾപ്പെട്ട ഓരോ വ്യക്തിയും 7 വർഷത്തോളം കഠിന തടവും പിഴ ശിക്ഷയും ലഭിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ നോക്കുക, PSC സിലബസിൽ സെക്ഷൻ 402 ഓഫ് ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അടുത്തത് വസ്തുവകകളുടെ ക്രിമിനൽ ദുരുപയോഗം. വസ്തുവകകളുടെ ക്രിമിനൽ ദുരുപയോഗത്തെക്കുറിച്ചാണ് സെക്ഷൻ 403 പറയുന്നത്. വസ്തുവിൻ്റെ ഒരു കേടായ ദുർവിനിയോഗം. വസ്തുവിൻ്റെ നേര് കേടായ ദുർവിനിയോഗം. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തിയുടെ വസ്തുക്കൾ അന്യായമായി മറ്റൊരു വ്യക്തി ദുർവിനിയോഗം ചെയ്യുകയോ സ്വന്തം ഉപയോഗത്തിനായി മാറ്റുകയോ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ് ഈ സെക്ഷൻ ഉൾപ്പെടുന്നത്. സെക്ഷൻ 403. അപ്പോൾ ഒരാളുടെ വസ്തു അത് അന്യായമായിട്ട് മറ്റൊരാൾ ദുർവിനിയോഗം ചെയ്യുക അല്ലെങ്കിൽ സ്വന്തമാണ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് സെക്ഷൻ 403 പ്രകാരം കുറ്റാർഹമാണ്. ഇതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 2 വർഷമായിട്ടുള്ള തടവ് ശിക്ഷയോ അല്ലെങ്കിൽ പിഴ ശിക്ഷയോ ആണ് ലഭിക്കുന്നത് സെക്ഷൻ 403 പ്രകാരം. ഓക്കെ, അടുത്തത് സെക്ഷൻ 404 പറയുന്നത് മരണസമയത്ത് പരേതൻ്റെ കൈവശമുണ്ടായിരുന്ന വസ്തുവിൻ്റെ നേരുകേടായ ദുർവിനിയോഗം. ഓക്കെ, മരണസമയത്ത് പരേതൻ്റെ കൈവശമുണ്ടായിരുന്ന വസ്തുവിൻ്റെ നേരുകേടായ ദുർവിനിയോഗമാണ്. അതായത് ഒരാളുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവോ പണമോ അയാളുടെ മരണശേഷം അതിൻ്റെ നിയമാനുസൃതമായ അവകാശിയുടെ കൈവശമാകുന്നതിന് മുൻപ് ഏതൊരു വ്യക്തി അന്യായമായി കൈവശപ്പെടുത്തുകയോ ദുർവിനിയോഗിക്കുകയോ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ഈ സെക്ഷൻ്റെ പരിധിയിൽ വരുന്നു. ഓക്കെ, അതായത് ഒരാളുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവോ പണമോ അയാളുടെ മരണശേഷം എന്ത് ചെയ്യാണ്, അതിൻ്റെ നിയമാനുസൃതമായിട്ടുള്ള അവകാശിയുടെ കൈവശം എത്തുന്നതിന് മുൻപ് തന്നെ മറ്റൊരു വ്യക്തി അന്യായമായിട്ട് അത് കൈവശപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അത് സെക്ഷൻ 404 പ്രകാരം കുറ്റാർഹമാണ്. 3 വർഷം വരെ തടവ് ശിക്ഷയോ പിഴ ശിക്ഷയോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് ലഭിക്കുന്നു. ഇനി കുറ്റക്കാരൻ മരണപ്പെട്ടയാളുടെ ക്ലാർക്കോ ഭൃത്യനോ ആയിരുന്നുവെങ്കിൽ എന്താണ്, അത് 7 വർഷത്തോളം തടവ് ശിക്ഷ ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് സെക്ഷൻ 405 പറയുന്നത് കുറ്റകരമായ വിശ്വാസ ലംഘനം. ഓക്കെ, അപ്പോൾ വിശ്വാസ ലംഘനം വരുന്നത് സെക്ഷൻ 405. സെക്ഷൻ 405 പറയുന്നത് പണം, സ്വത്ത്, വസ്തു എന്നിവ ഏതെങ്കിലും വ്യക്തിയുടെ നിയന്ത്രണ അധികാരത്തിലോ ഉത്തരവാദിത്വത്തിലോ ആയിരിക്കുമ്പോൾ ആ വസ്തുവകകൾ ഉടമയുടെ അനുവാദമില്ലാതെ ദുർവിനിയോഗം ചെയ്യുകയോ സ്വന്തം ഉപയോഗത്തിനായി വിനിയോഗിക്കുകയോ അല്ലെങ്കിൽ അത്തരം കുറ്റങ്ങൾ ചെയ്യാൻ മറ്റൊരാളെ അനുവദിക്കുകയോ ചെയ്യുന്നതാണ് കുറ്റകരമായിട്ടുള്ളത്. സെക്ഷൻ 405 പ്രകാരം വിശ്വാസ ലംഘനമാണ്. അതായത് പണം, സ്വത്ത്, വസ്തു ഇതിലേതെങ്കിലും ഒന്ന് ഒരു വ്യക്തിയുടെ നിയന്ത്രണ അധികാരത്തിലോ ഉത്തരവാദിത്വത്തിലോ ആയിരിക്കുമ്പോൾ ആ വസ്തുവകകൾ ആ ഉടമയുടെ അനുവാദമില്ലാതെ നമ്മൾ ദുർവിനിയോഗം ചെയ്യുക അല്ലെങ്കിൽ സ്വന്തം ഉപയോഗത്തിനായിട്ട് വിനിയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് മറ്റൊരാളെ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതിനെയാണ് സെക്ഷൻ 405 പറയുന്നത്. ഓക്കെ, കുറ്റകരമായിട്ടുള്ള വിശ്വാസ ലംഘനം. ഇനി സെക്ഷൻ 405 കഴിഞ്ഞാൽ സെക്ഷൻ 406 പറയുന്നത് എന്താണ്, കുറ്റകരമായ വിശ്വാസ ലംഘനത്തിനുള്ള ശിക്ഷയാണ് പറയുന്നത്. വിശ്വാസ ലംഘനം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ എന്താണ്, 3 വർഷം തടവ് ശിക്ഷയോ പിഴ ശിക്ഷയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ നൽകി ശിക്ഷിക്കപ്പെടുന്നു. സെക്ഷൻ 406 വിശ്വാസ ലംഘനത്തിലുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നത്. ഇനി സെക്ഷൻ 407 പറയുന്നത് എന്താണ്,
കാരിയറും മറ്റു കുറ്റകരമായ വിശ്വാസ ലംഘനം നടത്തുന്നത്. ഓക്കെ, കാരിയറും മറ്റു കുറ്റകരമായിട്ടുള്ള വിശ്വാസ ലംഘനം നടത്തുന്നത്. അതായത് സാധനങ്ങൾ കൊണ്ടുപോകാൻ ചുമതലയുള്ള വ്യക്തിയോ കപ്പലിൽ സാധനങ്ങൾ കയറ്റിക്കൊണ്ടു പോകുന്നവരോ വസ്തുക്കളുടെ ചുമതലയുള്ള പണ്ടകശാല സൂക്ഷിപ്പുകാരനോ അത്തരം വസ്തുക്കൾ കുറ്റകരമായ രീതിയിൽ വിശ്വാസലംഘനം നടത്തുന്നതാണ് സെക്ഷൻ 407 പറയുന്നത്. ഓക്കെ, അപ്പോൾ സാധനങ്ങൾ കൊണ്ടുപോകാൻ ചുമതലയുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ കപ്പലിൽ സാധനങ്ങൾ കയറ്റിക്കൊണ്ടു പോകുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലും പണ്ടകശാല സൂക്ഷിപ്പുകാരനാണെങ്കിൽ ആ വസ്തുക്കൾ കുറ്റകരമായ രീതിയിൽ വിശ്വാസലംഘനം നടത്തുന്നതാണ് സെക്ഷൻ 407 വരുന്നത്. അതിന് പ്രകാരം ശിക്ഷ എന്താണ്? 7 വർഷം തടവും പിഴയുമാണ് 407 പ്രകാരം ശിക്ഷ. അടുത്തത് സെക്ഷൻ 408 ആണ്. ക്ലാർക്കോ ഭൃത്യനോ കുറ്റകരമായ വിശ്വാസ ലംഘനം നടത്തുന്നത്. ക്ലാർക്കോ ഭൃത്യനോ കുറ്റകരമായ വിശ്വാസ ലംഘനം നടത്തുന്നതാണ്. അതായത് ഒരു ക്ലാർക്കോ ഭൃത്യനോ ആയിരിക്കുന്ന വ്യക്തി അയാളുടെ നിയന്ത്രണാധികാരത്തിലോ ചുമതലയിലോ ഉള്ള വസ്തു ഏതെങ്കിലും തരത്തിൽ കുറ്റകരമായ വിശ്വാസലംഘനം നടത്തുന്നത് സെക്ഷൻ 408 പ്രകാരം ശിക്ഷാർഹമാണ്. ഓക്കെ, അതായത് ഒരു ക്ലാർക്ക് അല്ലെങ്കിൽ ഒരു ഭൃത്യനായിരിക്കുന്ന വ്യക്തി അയാളുടെ നിയന്ത്രണ അധികാരത്തിലോ ചുമതലയിലോ ഉള്ള വസ്തു ഏതെങ്കിലും തരത്തിൽ കുറ്റകരമായിട്ടുള്ള വിശ്വാസലംഘനം നടത്തിയാൽ സെക്ഷൻ 408 പ്രകാരം ശിക്ഷാർഹമാണ്. എന്താണ് ശിക്ഷ? 7 വർഷം തടവും പിഴയുമാണ് ലഭിക്കുന്നത്. അടുത്തത് 409. സെക്ഷൻ 409 പറയുന്നത് പബ്ലിക് സെർവൻറ്റോ ബാങ്കറോ കച്ചവടക്കാരനോ ഏജന്റോ കുറ്റകരമായ വിശ്വാസലംഘനം നടത്തുന്നത്. ഓക്കെ, പബ്ലിക് സെർവൻറ്റ് അല്ലെങ്കിൽ ബാങ്കർ അല്ലെങ്കിൽ കച്ചവടക്കാരൻ, ഏജന്റ്, ഇങ്ങനെയുള്ളവരാണ് കുറ്റകരമായിട്ടുള്ള വിശ്വാസലംഘനം നടത്തുന്നതെങ്കിൽ സെക്ഷൻ 409 പ്രകാരം നോക്കുക, പബ്ലിക് സെർവൻ്റ് ആണെന്ന നിലയിലോ അല്ലെങ്കിൽ ബാങ്കർ, കച്ചവടക്കാരൻ, ഫാക്ടർ, ദല്ലാൾ, അറ്റോർണി അല്ലെങ്കിൽ ഏജന്റ് എന്നിവയിൽ ആരെങ്കിലും തൻ്റെ ബിസിനസ്സിനിടയിലോ മറ്റോ അവരുടെ നിയന്ത്രണ അധികാരത്തിലും ചുമതലയിലുമുള്ള വസ്തുക്കൾ കുറ്റകരമായി വിശ്വാസലംഘനം നടത്തുന്നത് സെക്ഷൻ 409 പ്രകാരം ശിക്ഷാർഹമാണ്. അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷത്തെ തടവും പിഴയുമാണ് ശിക്ഷയായിട്ട് ലഭിക്കുന്നത്. ഓക്കെ, സെക്ഷൻ 409 പ്രകാരം എന്താണ് ലഭിക്കുന്നത്? 10 വർഷത്തെ തടവും പിഴയും ശിക്ഷയായിട്ട് ലഭിക്കുന്നു. ഓക്കെ, അടുത്തത് സെക്ഷൻ 410 ആണ്. സെക്ഷൻ 410 പറയുന്നത് കളവ് മുതൽ. ഓക്കെ, സ്റ്റോളൻ പ്രോപ്പർട്ടി ആണ്. സെക്ഷൻ 410 പ്രകാരം താഴെ പറയുന്നവ കളവ് മുതലിൽ പെടുന്നു. ഓക്കെ, അപ്പോൾ കളവ് മുതലിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്? മോഷണ വസ്തുക്കൾ, ഭയപ്പെടുത്തി അപഹരിക്കുന്നവ, കവർച്ച മുതൽ, അതുപോലെ തന്നെ കുറ്റകരമായി ദുർവിനിയോഗം, വിശ്വാസലംഘനം ചെയ്തിട്ടുള്ള വസ്തുക്കൾ. ഓക്കെ, മോഷണ വസ്തുക്കൾ, ഭയപ്പെടുത്തി അപഹരിക്കുന്നവ, കവർച്ച മുതൽ, കുറ്റകരമായി ദുർവിനിയോഗം, വിശ്വാസലംഘനം ചെയ്തിട്ടുള്ള വസ്തുക്കൾ എന്നിവയാണ് കളവ് മുതലിൽ ഉൾപ്പെടുന്നത് സെക്ഷൻ 410 പ്രകാരം. അപ്പോൾ ഇപ്രകാരം കൈമാറ്റം ചെയ്യപ്പെടുന്ന വസ്തുക്കൾ നിയമാനുസൃതം അവയുടെ മേൽ അവകാശമുള്ള വ്യക്തിയുടെ കൈവശം എത്തിച്ചേർന്നാൽ അതിനെ കളവ് മുതലായിട്ട് കരുതാൻ കഴിയില്ല. ഇനി സെക്ഷൻ 411 പറയുന്നത് കളവ് മുതൽ നേരുകേടായിട്ട് സ്വീകരിക്കുന്നതാണ്. ഓക്കെ, അതായത് ഏതെങ്കിലും കളവ് മുതൽ അത് മോഷണ വസ്തുവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നത് എന്താണ്? സെക്ഷൻ 411 പ്രകാരം കുറ്റകരമാണ്. ഓക്കെ, കളവ് മുതലാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നത് സെക്ഷൻ 411 പ്രകാരം കുറ്റകരമാണ്. അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷത്തെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ അനുഭവിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 411 കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള IPC സെക്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് പരീക്ഷയുടെ സിലബസിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സെക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ PDF എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാം? ടെലഗ്രാമിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ട് +2 മെയിൻസിലെ CPOയുടെ മുഴുവൻ സിലബസും നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഒരൊറ്റ വീഡിയോയിൽ ചെയ്യുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ IPC എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി ഇതുപോലെ ഓരോ സെക്ഷനും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം വീഡിയോസ് കണ്ട് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ഞാൻ PDF ടെലഗ്രാമിലിടാം. ടെലഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നോളും. ഓക്കെ, അപ്പോൾ PDF ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ ഉടനെ തന്നെ കാണാം. താങ്ക്